കൃഷ്ണാനി ബേഗനെ ബാരോ കൃഷ്ണാനി ബേഗനെ ബാരോ. എൻ്റെ മുമ്പിലിരിക്കുന്ന ആചാര്യന്മാർക്കും ഋഷിവര്യന്മാർക്കും പിന്നെ എൻ്റെ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഗോപാലകൃഷ്ണന്റെ പ്രണാമം. വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ പള്ളിക്കാട് ഭാഗവത സത്രത്തിലേക്ക് വരുന്നത്. എന്ത് പറയണം, എങ്ങനെ പറയണം എന്നെല്ലാം ചിന്തിക്കുന്നതിന് മുൻപ് ഇടത് സൈഡിൽ വെച്ചിരിക്കുന്ന 2 അടി ഡയമീറ്ററുള്ള ക്ലോക്ക് അതാ എൻ്റെ മനസ്സിൽ ആദ്യം വരിക. പിന്നെ പള്ളിക്കാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ പരമപൂജനീയ ഭൂമാനന്ദ സ്വാമിയുടെ ഒരു ചോദ്യം മനസ്സിലാവണുണ്ടോ കൂട്ടരെ നിങ്ങൾക്ക്? ഈ ചോദ്യവും ഇപ്പൊ ഞാൻ ചിലപ്പോ സ്വാമി ചോദിക്കാറുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അനുഭൂതിയുടെ തലത്തിലാണ് ഞാൻ ഇവിടെ വന്ന് ക്ലാസ് എടുക്കാം. ഇന്ന് കുറച്ച് വ്യത്യാസമായിട്ടൊരു വിഷയം ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയം ഞാൻ ഇന്നെടുത്തത്. കാരണം സ്വാമീജിയുടെ പ്രഭാഷണം നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട്, കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. പ്രസന്റ് കണ്ടിന്യൂസ് TV-യിലൂടെയല്ല. സ്വാമിയുടെ പരമഭക്തരായ സ്ഥിതിക്ക് അതൊന്നും നിങ്ങൾ വിടാറുമില്ല. അതുകൂടാതെ മറ്റു പലരും ധാരാളം കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. അപ്പൊ അത് തന്നെ ഞാനിവിടെ വന്ന് ആവർത്തിക്കുന്നതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നി ഒരു ചെറിയ വ്യത്യാസമുള്ള വിഷയം. നിങ്ങൾ കേട്ടിരിക്കുന്നതൊക്കെ തന്നെയാണ്, എന്നാലും ഒരു വ്യത്യാസം. നമ്മുടെ രാഷ്ട്രം ഒത്തിരി പ്രാചീനമായ രാഷ്ട്രമാണ്. ആർക്കിയോളജിക്കൽ എവിഡൻസ് അനുസരിച്ച് BC 8275 മുതൽക്ക് AD 2012 വരെ ഒരു 10,000 വർഷം ഭൂമുഖത്ത് അചഞ്ചലമായി നിന്നൊരു രാഷ്ട്രം. 10,000 years divided by 2,500 generations. 500 ജനറേഷൻ നിന്നൊരു രാഷ്ട്രം. ഇതിനിടയ്ക്ക് പല സംസ്കാരങ്ങളും വന്നു. നിങ്ങൾക്കറിയാം, ഗ്രീക്ക്, ഈജിപ്ത്, മെസോപ്പൊട്ടേമിയ, ബാബിലോണിയ. അടുത്ത കാലത്ത് ഞാൻ ചൈനയിൽ പോയിരുന്നു, ടിയാനൻമെൻ സ്ക്വയറിൽ. അതേപോലെ മാവോ സേതുങ്ങിന്റെ ഡെഡ് ബോഡിയിൽ പാദങ്ങളിൽ പുഷ്പം അർപ്പിച്ചു. പോളിറ്റ് ബ്യൂറോ കമ്മിറ്റി മീറ്റിങ്ങിന്റെ ഹാളിലേക്ക് പോയി. ആ ചൈനയിൽ ഉൾപ്പെടെ പൂർവീക സംസ്കാരത്തിന്റെ ഒരംശം പോലും ഇപ്പോ നിലനിൽക്കുന്നില്ല. ഭാവരാഗ താളമുള്ള ഭാരതം എന്ന രാഷ്ട്രത്തില് ഇന്നും അസാധാരണമായ വൈഭവത്തോടുകൂടി നമ്മുടെ സംസ്കാരം നിലനിൽക്കുന്നു. ഒരു 1000 വർഷം വിദേശത്ത് നിന്ന് വന്ന മുസ്ലിങ്ങളും വിദേശത്ത് നിന്ന് വന്ന ക്രിസ്ത്യാനികളും, അത് ഗസ്നി, ഗോറി, കിൽജി തുടങ്ങിയ വംശങ്ങള്, ഇപ്പുറത്ത് ഫ്രഞ്ച്, പോർച്ചുഗീസ്, ഡച്ച്, സ്പെയിൻ, ഇംഗ്ലീഷ്, ഈ നാടുകളിൽ നിന്ന് വന്നവര് ഈ സംസ്കാരത്തെ സപ്രസ്ഡ്, ഒപ്രസ്ഡ് ആൻഡ് ഡിപ്രസ്ഡ്. എന്നിട്ടും നമ്മുടെ രാഷ്ട്രം മരിച്ചില്ല. എന്നിട്ടും നമ്മുടെ രാഷ്ട്രത്തിലെ സംസ്കാരം മണ്ണടിഞ്ഞില്ല. എന്താ കാരണം? ഒരു കാരണമേ ഉള്ളൂ. ആ കാരണം ഇന്നു മുതൽക്ക്
മുമ്പിലുള്ള കുടുംബാംഗങ്ങള് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം. ഇന്ന് മുതൽക്ക് ഇപ്പൊ പറയാൻ പോകുന്ന ഒരു കാരണം ജീവിതത്തിൽ പകർത്തണം. നമ്മുടെ രാഷ്ട്രത്തിലെ ആചാരങ്ങള്, വിചാരങ്ങള്, വിശ്വാസങ്ങൾ, സങ്കല്പങ്ങൾ, ഗ്രന്ഥങ്ങൾ, സന്ദേശങ്ങൾ, അനുഭവങ്ങൾ, കഥകൾ, ആചാര, വിചാര, വിശ്വാസ, സങ്കല്പങ്ങൾ, ഗ്രന്ഥങ്ങൾ, സന്ദേശങ്ങൾ, അനുഭവങ്ങൾ, കഥകൾ, 8 എണ്ണം. ഈ 8 വാക്കുകൾ ഓർമ്മ വേണം. ഞാനത് ഇടയ്ക്ക് 8 പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവയെല്ലാം ഭാരതത്തില് സൃഷ്ടിക്കപ്പെട്ടത്, ജന്മം കൊണ്ടത്, ഉണ്ടായത്, ഉത്ഭവിച്ചത് പലപ്പോഴും നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കിക്കൊണ്ടാണ്. നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കിയ ഒരു രാഷ്ട്രമാണ് ഭാരതം. നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കിയ ഒരു ധർമ്മമാണ് സനാതന ധർമ്മം. നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കിയ ഒരു സമൂഹമാണ് ഭാരതത്തിന്റെ സമൂഹം. അതുപോലെ ചെയ്തതാണ് നമ്മുടെ കുടുംബാംഗങ്ങള്, അതുപോലെയാണ് ഇവിടെ വ്യക്തികള്. ഏത് തരത്തിലുള്ള സംഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഈ പരമപവിത്രമായ ഭാരതം നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കിയ രാഷ്ട്രമാണ്. എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങളൊരു പക്ഷെ കേട്ടിട്ടുണ്ടാവും. കുന്തി മാതാവ് ശ്രീകൃഷ്ണനോട് സംസാരിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ കുന്തി മാതാവിനോട് ചോദിച്ചു അത്രേ, അമ്മയ്ക്ക് എന്ത് അനുഗ്രഹ വേണ്ടതെന്ന്. അപ്പൊ എന്തായിരുന്നു കുന്തി മാതാവ് പറഞ്ഞത്? ചില സന്യാസിമാര് പറയാറുണ്ട്, എനിക്ക് കൃഷ്ണ നിത്യ ദുഃഖം, ജീവിതത്തിൽ ദുഃഖം വേണമെന്ന്. അങ്ങനെ കുന്തി പറയാൻ സാധ്യതയില്ല. കുന്തി ഹൈലി ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ള, അസാധാരണ വൈഭവമുള്ള, ഇന്നത്തെ MBA-കാർക്ക് പോലും പറ്റുന്നതിലപ്പുറത്ത് ചിന്തിച്ച് ധർമ്മപുത്രരെയും കൂട്ടത്തിലുള്ളവരെയും പെർഫെക്റ്റ്ലി ഗൈഡ് ചെയ്യുന്ന ഒരു അമ്മയാണ്. ആ അമ്മ ദുഃഖം വേണമെന്ന് പറയാൻ സാധ്യതയില്ല. കുന്തി മാതാവ് പറഞ്ഞത് ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങൾ വേണമെന്നാണ്. ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങൾ വേണം. എന്താ ഇതിന്റെ അർത്ഥം? ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലേ നമ്മൾ ജീവിതത്തിൽ വ്യത്യസ്തമായ ഓപ്ഷനുകളെ കുറിച്ച് ചിന്തിക്കുള്ളൂ. നമുക്ക് വ്യത്യസ്തങ്ങളായ പാത്വേസ്, വഴികള്, മാർഗങ്ങള്, കുറച്ച് വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങള്, രീതികള്. ഇപ്പൊ നമ്മുടെ കസ്റ്റംസ്, റിച്വൽസ്, നമ്മുടേതായിട്ടുള്ള കൺസെപ്റ്റുകൾ, നമ്മുടേതായിട്ടുള്ള ലിറ്ററേച്ചർ, നമ്മുടേതായിട്ടുള്ള മെസ്സേജസ്, നമ്മുടേതായിട്ടുള്ള എക്സ്പീരിയൻസസ്, നമ്മുടേതായിട്ടുള്ള സ്റ്റോറീസ്, ഇവ ഏതും നിങ്ങളൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ അറിയാം, അവയെല്ലാം ചില പ്രശ്നങ്ങൾക്ക്, ചില പ്രോബ്ലങ്ങൾക്കുള്ള ആൾട്ടർനേറ്റീവുകളിലൂടെ കടന്നു പോകുന്നു. അതുകൊണ്ട് നമ്മൾ എന്താ ജീവിതത്തിൽ ചിന്തിക്കേണ്ടത്? എന്നും ഒരേ രീതിയിൽ ഒരേപോലെ ജീവിക്കുകയാണെങ്കിൽ അതിനൊരു രസമില്ല. ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പ്രത്യേകിച്ചും അയാൾ ഇന്ത്യക്കാരനല്ലാത്ത സ്ഥിതിക്ക്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്, ഡൂയിങ് ദ സെയിം തിങ് by the same person in the same way and expecting different result is nothing but insanity. നല്ലൊരു വരിയ. Doing the same thing in the same way by the same person and expecting different result is nothing but insanity. എന്താ ഇതിന്റെ അർത്ഥം? ഒരേ കാര്യം ഒരേപോലെ ഒരേ ആള് ചെയ്തിട്ട് വ്യത്യസ്തമായ റിസൾട്ട് കിട്ടുമെന്ന് ധരിക്കുന്നത്, അത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വട്ടം, ഭ്രാന്താണ്, ഇൻസാനിറ്റിയാണ്. അപ്പോ ഒരേ ആള് ഒരേ കാര്യം ഒരേപോലെ ചെയ്യരുതെങ്കിൽ ഈ ചെയ്യുന്ന മാർഗത്തില് തടസ്സങ്ങൾ ഉണ്ടാവണം. അത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ തടസ്സങ്ങൾ ഉണ്ടായാലാണ് നമ്മൾ ഇടത്തോട്ടും വലത്തോട്ടും ഉള്ള ആൾട്ടർനേറ്റീവുകളെ കുറിച്ച് ചിന്തിക്കാം. നമ്മള് 2 ഗ്രന്ഥങ്ങൾ ഞാൻ വെറുതെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഓർമ്മിക്കാം. നമ്മുടെ ജീവിതത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചാൽ നല്ലതാണ്. എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം? രാമായണം എന്ന ഗ്രന്ഥം 24,000 ശ്ലോകമുണ്ട്.
ആ രാമായണം എന്ന ഗ്രന്ഥം ഇന്നുണ്ട് നമ്മുടെ കൂട്ടത്തില്. രാമനില്ല, ലക്ഷ്മണനില്ല, ഭരതനില്ല, വാൽമീകി ഇല്ല, സീതാദേവി ഇല്ല, രാവണനില്ല, കുംഭകർണനില്ല, വിഭീഷണനില്ല, വസിഷ്ഠനില്ല. പക്ഷേ രാമായണം എന്ന ഗ്രന്ഥം ഉണ്ട്. ഈ രാമായണം എന്ന ഗ്രന്ഥം ഉണ്ടാവാൻ കാരണം എന്താ? സിമ്പിളാ. രാമൻ ജനിച്ചത് കൊണ്ടല്ല, രാമൻ ജനിച്ചത് കൊണ്ടല്ല, രാമൻ കാട്ടിലേക്ക് പോയത് കൊണ്ടല്ല. രാമായണം ഉണ്ടാവാൻ കാരണം വേടൻ 2 പക്ഷികളിൽ ഒരെണ്ണത്തിനെ അമ്പെയ്ത് വീഴ്ത്തിയത് കൊണ്ടാണ്. അപ്പൊ ആ വേടൻ ആ പക്ഷികളിൽ 2 എണ്ണത്തിൽ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തിയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ കർക്കിടക മാസത്തിൽ നമ്മൾ വായിക്കുന്നത് എന്തായിരിക്കും? നമ്മൾ രാമായണം വായിക്കില്ല. അപ്പോ ആ ഒരു നെഗറ്റീവ് നമുക്ക് പോസിറ്റീവായി മാറി. ഭരദ്വാജനും വാൽമീകി മഹർഷിയും കൂടി തമസാ നദീ തീരത്തേക്ക് പോകുമ്പോഴും വാൽമീകിക്ക് അറിഞ്ഞൂടാ തനിക്ക് കവിത എഴുതാൻ അറിയാമെന്ന്. വാൽമീകിക്ക് അറിഞ്ഞൂടാ തനിക്ക് സംസ്കൃതത്തില് ഛന്ദസ് ഉപയോഗിച്ച് 24,000 ശ്ലോകം എഴുതാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് അറിയാത്ത ആ വാൽമീകിയുടെ മുമ്പില് ഭരദ്വാജന്റെ സാന്നിധ്യത്തില് 2 പക്ഷികളിൽ ഒരെണ്ണം ഈ അമ്പെയ്ത് താഴെ വീണപ്പോൾ ആ ശോകമാണ് ശ്ലോകമായി മാറിയത്. ശോകമാണ് ശ്ലോകമായി മാറിയത്. അതാണ് ഇന്നുമുള്ളത്. അതുപോലെ നോക്കാം, ദശരഥ മഹാരാജാവിനറിയാം ആനയെ നായാട്ടിന് പോകുമ്പോ അമ്പെയ്യരുത്. അറിയാം ദശരഥന്. പുലി, സിംഹം, കരടി, ചെന്നായ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വേട്ടയാടാൻ പോകുമ്പോഴത്തേക്കും ഹിംസ്ര ജന്തുക്കളെ മാത്രമേ ഉള്ളൂ. ആനയെ വേട്ടയാടാൻ പാടില്ല. സൂര്യാസ്തമയത്തിന് ശേഷം വേട്ടയാടാൻ പാടില്ല. ഇത് രണ്ടും അറിയാവുന്ന ദശരഥ മഹാരാജാവ് 16 വർഷം ശബ്ദശാസ്ത്രത്തില് പഠിച്ച ആളാണ്. ശബ്ദശാസ്ത്രം എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. യോദ്ധ എന്ന സിനിമ നാളെ രാവിലെ പോയി കാണാൻ. അതിനകത്ത് മോഹൻലാൽ ശബ്ദശാസ്ത്രം പഠിക്കുന്നുണ്ട്. കാഠ്മണ്ഡുവിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു നേപ്പാളിയാണ് പഠിപ്പിക്കുന്നത്. ആ സൗണ്ടിൽ നിന്ന് കാര്യം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് ദശരഥൻ പഠിച്ചത്. ആ 16 വർഷം ദശരഥൻ ശബ്ദശാസ്ത്രം പഠിച്ചിട്ടും ആന വെള്ളം കുടിക്കുന്ന ശബ്ദവും കുടത്തിൽ വെള്ളം നിറയുന്ന ശബ്ദവും തമ്മിൽ തിരിച്ചറിയാൻ പറ്റിയില്ല. കാരണം പറ്റിയില്ല. അത് തന്നെ. അപ്പൊ 3 തെറ്റുകൾ ദശരഥൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ആ അമ്പ ശ്രവണകുമാരന്റെ ശരീരത്തിൽ പോയി പതിക്കില്ലായിരുന്നു. ശ്രവണകുമാരന് അമ്പേറ്റില്ലായിരുന്നെങ്കിൽ ദശരഥന് ശാപമേൽക്കുമായിരുന്നില്ല. ദശരഥന് ശാപമേറ്റില്ലായിരുന്നെങ്കിൽ ദശരഥൻ കൈകേയിക്ക് 2 വരം കൊടുക്കില്ല. ദശരഥൻ 2 വരം കൊടുത്തു എന്ന് മാത്രമല്ല, പിന്നെ എടുത്തോളാനും പറഞ്ഞു. എന്താ കാരണം? അപ്പുറത്ത് ചെയ്തൊരു കുഴപ്പം. ആ നെഗറ്റീവ്, അതാണ് രാമായണം ഉണ്ടാവാൻ കാരണം. അപ്പോൾ ചില നെഗറ്റീവ് തന്നെത്താനെ വരുന്നത്, ചില നെഗറ്റീവ് സംഭവിക്കുന്നത്, ചില നെഗറ്റീവുകൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് തന്നെത്താനെ വരുന്നത്. ഇത് മനുഷ്യ ജീവിതത്തെ ഇളക്കി മറിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ദശരഥ മഹാരാജാവ് ഒരു ശാപത്തിനിരയായി. ആ ശാപമാണ് ദശരഥന്റെ മരണത്തിന് കാരണമായി എങ്കിൽ പോലും ഇപ്പുറത്തെ രാവണന്റെ നിഗ്രഹത്തിന് കാരണമായി. അപ്പൊ രാവണന്റെ നിഗ്രഹം നടക്കാൻ കാരണം ഇവിടെ ഏറ്റവും ഒരു നെഗറ്റീവ് അവിടെ പോസിറ്റീവായി മാറി. ഞാൻ പറയുന്നതിന്റെ സ്പീഡ് കൂടുന്നുണ്ടോ? മനസ്സിലാവുന്നില്ല എന്നല്ലേ ഉള്ളൂ. അപ്പൊ അടുത്തത് കഴിഞ്ഞില്ല. അടുത്ത് നോക്കാം. യഥാർത്ഥത്തിൽ ഒരു രാജാവ് യുദ്ധത്തിന് പോകുമ്പോ ഭാര്യയെ കൊണ്ടുപോകാറുണ്ടോ? വളരെ സിമ്പിൾ ചോദ്യം. ഇവൻ എങ്ങോട്ടാ ഈവനിങ് വാക്കിനാ രഥത്തിൽ പോവാ? അല്ല. എന്നിട്ട് യുദ്ധത്തിന് പോകുമ്പോ ഭാര്യയെ കൊണ്ടുപോയി. ഭാര്യയെ കൊണ്ടുപോകാറില്ല. യുദ്ധത്തിന് പോകുമ്പോ ഒരു രാജാവും കൊണ്ടുപോകാറില്ല, ഒരു ചക്രവർത്തിയും കൊണ്ടുപോകാറുമില്ല. ഇപ്പൊ കൊണ്ടുപോയി. അബദ്ധം. പക്ഷേ ആ അബദ്ധം കൊണ്ടൊരു പ്രയോജനമുണ്ടായി. രഥത്തിന്റെ ആണി ഊരിപ്പോയപ്പോ അമ്മച്ചി കയറി പിടിച്ചത് കൊണ്ട് ആണി പോയില്ല. ആണി പോയില്ല എന്നുള്ളത് ഗുണം. സന്തോഷാധിക്യത്താൽ ഭർത്താവ് ഭാര്യയ്ക്ക് 2 വരം കൊടുത്തു. നിങ്ങളുടെ വീട്ടിലുള്ളവരോട് ഞാൻ പറയുന്നു, ഭാര്യ നിങ്ങളെ സഹായിച്ചാലും ഭർത്താവ് നിങ്ങളെ സഹായിച്ചാലും വരം കൊടുക്കുന്ന ലെവലിലേക്ക് പോവല്ലേ. ആ ഒരു നെഗറ്റീവ് വേറെ പോസിറ്റീവിന് കാരണമായി എങ്കിലും ആവശ്യമില്ലാത്ത കാര്യം ആവശ്യമില്ലാത്ത സമയത്ത് ആവശ്യമില്ലാത്ത ആള് ആവശ്യമില്ലാത്തവരോട് ചെയ്തതിന്റെ പരിണത ഫലമാണ് ദശരഥൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചത്.
ദശരഥന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചത്. പക്ഷെ അത് പോസിറ്റീവായി മാറി. ഏതുകൊണ്ട്? അങ്ങനെ ഒരു വരം കൈകേയിക്ക് കൊടുത്തില്ലായിരുന്നെങ്കിൽ ശ്രീരാമൻ എന്ത് സംഭവിക്കുമായിരുന്നു? ശ്രീരാമൻ യഥാകാലത്തിൽ രാജാവായി തീരുമായിരുന്നു. പിന്നെ ശ്രീരാമൻ രാജാവായി കഴിഞ്ഞാൽ 1 വർഷം കഴിയുമ്പോൾ രാമന്റെ മന്ത്രിസഭയുടെ 1ാം വാർഷികം, 5 വർഷം കഴിയുമ്പോൾ അന്ന് ഇലക്ഷൻ ഇല്ല, ഈശ്വരാനുഗ്രഹം കൊണ്ട്. അപ്പൊ 5ാം വാർഷികം 10 വർഷം കഴിയുമ്പോൾ ദശാബ്ദം, 25 വർഷം കഴിയുമ്പോൾ സിൽവർ ജൂബിലി, 50 വർഷം കഴിയുമ്പോൾ ഗോൾഡൻ ജൂബിലി, 75 വർഷം വരെ നിലനിന്ന് കഴിഞ്ഞാൽ പ്ലാറ്റിനം ജൂബിലിയോ എന്തോ ആണ്. അപ്പൊ ശ്രീരാമൻ ഒരു 90 വയസ്സാവും. അപ്പൊ മാതൃഭൂമിയുടെ 8ാമത്തെ പേജില് വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് ശ്രീരാമൻ ഇഹലോകവാസം വെടിഞ്ഞു എന്നും പറഞ്ഞൊരു 10 പേജേ ഉണ്ടാവുള്ളൂ രാമായണം. ഇപ്പൊ രാമായണം എത്ര പേജ് ഉണ്ട്? 10,950 പേജ്, 24,000 ശ്ലോകം. എന്താ കാരണം? ആ കൈകേയിക്ക് 2 വരം കൊടുത്തത്. ആ നെഗറ്റീവാണ് പോസിറ്റീവായി മാറിയത്, രാമായണമായി മാറിയത്. ആ നെഗറ്റീവ് കൈകേയിയെ ഈ യുദ്ധത്തിൽ തന്റെ കൂട്ടത്തിൽ കൊണ്ടുപോയതാണ് പോസിറ്റീവായി മാറിയത്. ധർമ്മശാസ്ത്രം ലംഘിച്ച് അസ്ത്രമെയ്തതാണ് ശാപം കിട്ടാൻ കാരണമായത്. അതേപോലെ ആ പക്ഷി താഴെ വീണ് പെടഞ്ഞതാണ് ശോകം ശ്ലോകമായി വാരാൻ കാരണം. ആ മന്ദര എന്ന സ്ത്രീ കൈകേയിയെ ഉപദേശിച്ചില്ലായിരുന്നെങ്കിൽ കൈകേയിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? രാമനെ പട്ടാഭിഷേകം ചെയ്ത് രാജാവായിട്ട് കാണണം. അപ്പൊ രാമന്റെ പട്ടാഭിഷേകം ഭാഗവത സപ്താഹം വായിക്കുന്ന സ്ഥലമാണെന്ന് എനിക്കറിയാട്ടോ. ഞാൻ ഈ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കുന്ന 2 ഇതിഹാസത്തിലെ കാര്യം പറയാൻ വേണ്ടി ആദ്യം ഒന്ന് രാമായണം, പിന്നെ ഒന്ന് മഹാഭാരതം, പിന്നെ ഭാഗവതത്തിലേക്ക് കിടക്കാന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ഇതെന്റെ മുമ്പിലുണ്ടെന്നും എനിക്കറിയാം. ഏതായാലും ഇപ്പൊ രാമായണത്തെ നിങ്ങൾ ഏത് രീതിയിലാണ് വിശകലനം ചെയ്യേണ്ടത്? രാമൻ കാട്ടിലേക്ക് പോയി. ഈ കൈകേയി എന്ന സ്ത്രീ മന്ദരയുടെ കൂട്ടുകെട്ടില്ലായിരുന്നു എങ്കിൽ കൈകേയി നല്ല സ്ത്രീയാ. എനിക്ക് നല്ലോണം അറിയാവുന്ന ആളാ, ഒരു കുഴപ്പമില്ല. മാത്രല്ല കേകയ രാജ്യത്തില് കേകയ രാജാവില്ലാത്ത സമയത്ത് സൈന്യങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതും രാഷ്ട്രഭാരം നടത്തുന്നതുമായ ഝാൻസി റാണിയുടെ കപ്പാസിറ്റിയുള്ള സ്ത്രീയാണ് കൈകേയി. ആ കൈകേയി കൂട്ടുകെട്ട് ശരിയല്ലാതെ വന്നപ്പോൾ നെഗറ്റീവിലേക്ക് ഊർന്നു വീണു. ആ നെഗറ്റീവിലേക്ക് വീർന്നതാണ് രാമനെ കാട്ടിലേക്ക് അയക്കണമെന്ന് തോന്നിയത്. മാത്രല്ല 14 വർഷം കാട്ടിലേക്ക് പോകണമെന്ന് പറയാൻ കാരണം എന്താ? അതാണ് കൈവശാവകാശം. 13 വർഷമാണ് കൈവശാവകാശം. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇടയ്ക്ക് വരാതിരിക്കാൻ 1 വർഷം കൂടി കൂട്ടി പറഞ്ഞു. ഈ 14 വർഷം ഇല്ലായിരുന്നു എങ്കിൽ ഇടയ്ക്ക് രാമൻ വിന്ധ്യാപർവ്വതം വരെ വന്ന് തിരിച്ചു പോകുമായിരുന്നു. പിന്നെ സമയം ധാരാളം ഉള്ളത് കൊണ്ട് തെക്കേ അറ്റം വരെ വന്നു. ആ സീതാദേവി ലക്ഷ്മണരേഖ ലംഘിച്ചില്ലായിരുന്നെങ്കിൽ രാവണ വിഗ്രഹം നടക്കില്ല. രാവണൻ സീതയെ അപഹരിച്ചില്ലായിരുന്നെങ്കിൽ രാവണന് ലഭിച്ച ശാപം നടക്കില്ല. ആ രാവണൻ ചെയ്ത തെറ്റിന്റെ കൂട്ടത്തിൽ കുംഭകർണൻ നിന്നില്ലായിരുന്നെങ്കിൽ കുംഭകർണന്റെ നിഗ്രഹം നടക്കില്ല. രാവണന്റെ കൂട്ടത്തിൽ വിഭീഷണൻ നിൽക്കാത്തത് കൊണ്ട് അവിടെ ഒരു രാജാവിനെ കണ്ടുപിടിക്കേണ്ടി വന്നില്ല. മനസ്സിലാവുന്നുണ്ട്? എല്ലാം നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കിയ ഒരു ഇതിഹാസം, അതാണ് രാമായണം. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കാം, എൻ്റെ കുടുംബാംഗങ്ങളായ നിങ്ങളോട്, നമ്മുടെ ഈ ജന്മദിനത്തിനൊക്കെ ഒരു കേക്ക് ഇങ്ങനെ വെച്ച് 17 മെഴുകുതിരി കത്തിച്ച് വെച്ച് തമസോമാ ജ്യോതിർഗമയ എന്ന് പ്രാർത്ഥിച്ച് ജ്യോതിർമാ തമസോഗമയ എന്ന് പറഞ്ഞ് ഊതിക്കെടുത്താറുണ്ട്. അങ്ങനെ ഊതിക്കെടുത്താതെ ഈ കേക്ക് രാമായണമാണെന്ന് വിചാരിക്കാം. ഈ കേക്ക് രാമായണമാണെന്ന് വിചാരിക്കാം. എന്നിട്ട് ആ കേക്കിനെ മുറിക്കുമ്പോൾ മുറിച്ച് കിട്ടിയ പീസ് രാമായണത്തിലെ ഓരോ അനുഭവങ്ങളാണെന്ന് വിചാരിക്കാം. കേക്കിനെ അനുഭവങ്ങളാകുന്ന കഷ്ണങ്ങളാക്കി മാറ്റി. ഏതുപോലെ? ഈ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ആ പക്ഷി വീണത് ഒരു കേക്കിന്റെ കഷ്ണം, ആ ദശരഥൻ കാട്ടിലേക്ക് പോയത് 2, ധർമ്മശാസ്ത്രം ലംഘിച്ചത് 3, ഈ കൈകേയിയെ യുദ്ധത്തിന് കൊണ്ടുപോയത് 4ാമത്തെ കഷ്ണം, എന്നിട്ട് കൈകേയിക്ക് വരം കൊടുത്തത് 5ാമത്തെ കഷ്ണം. ഓരോ കഷ്ണങ്ങളായി തിരിക്കാം. തൽക്കാലം ആത്മീയത ഒന്ന് മാറ്റിവെക്കാം. തൽക്കാലത്തേക്ക് ആത്മീയത കൂട്ടിച്ചേർക്കേണ്ട. ആത്മീയത നമുക്ക് പിന്നീട് ചേർക്കാം. സാമ്പാർ ഉണ്ടാക്കുമ്പോഴത്തേക്കും ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് ഉപ്പ് ചേർക്കാറില്ലല്ലോ. അപ്പൊ മറ്റുള്ളവർക്കോ അവർക്ക് ഉപ്പ് ടേബിളിൽ വെച്ച് കൊടുക്കാം. അപ്പൊ ആവശ്യത്തിന് അവർക്ക് ചേർക്കാൻ പറ്റും. ഇയാൾക്കൊട്ട് ഉപ്പ് വേണ്ടതാണ്. അപ്പൊ രാമായണം പഠിക്കുന്നവർക്ക് ആത്മീയത തൽക്കാലം വേണ്ട എങ്കിൽ പക്ക ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് ഉപയോഗിച്ച്
മാനേജ്മെന്റ് അപ്രോച്ച് ഉപയോഗിച്ച് ആ രാമായണത്തിന്റെ തുടക്കം മുതൽക്ക് അവസാനം വരെ എന്റെ മുമ്പിലിരിക്കുന്ന കുടുംബാംഗങ്ങൾ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തില് സയന്റിഫിക്കൽ ലോജിക്കൽ ആൻഡ് റാഷണൽ ആയിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കണം. ഭക്തി കുറച്ച് ചേർത്താൽ മതി. പിന്നീട് അപ്പൊ ഏതുപോലെ ആൽബർട്ട് ഐൻസ്റ്റീൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ ഡൂയിങ് ദ സെയിം തിങ് ബൈ ദ സെയിം പേഴ്സൺ ഇൻ ദ സെയിം വേ ആൻഡ് എക്സ്പെക്ടിങ് ഡിഫറെന്റ് റിസൾട്ട് ഈസ് നത്തിങ് ബട്ട് ഇൻസാനിറ്റി. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താ അറിയോ? നമ്മൾ രാമായണം വായിക്കുമ്പോ നമ്മൾ മെക്കാനിക്കലി രാമായണം വായിച്ചുകൊണ്ട് പോകുന്നു. എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നു നമ്മളുടെ പാപം ശ്രീരാമൻ ഏറ്റെടുക്കും. എന്താ? ശ്രീരാമൻ നമ്മളുടെ പാപം ഏറ്റെടുക്കില്ല. ശ്രീരാമന്റെ ഉത്തരവാദിത്വം ശ്രീരാമൻ വേറൊരാളെ ഏൽപ്പിച്ചിട്ടുമില്ല. രാമൻ ചെയ്യാനുള്ളതെല്ലാം രാമൻ ചെയ്തു. രാമൻ ചെയ്യാനുള്ളത് വേറൊരാളെ ഏൽപ്പിച്ചില്ല. ഏൽപ്പിച്ചിരുന്നു എങ്കിൽ ഈ രാമേശ്വരത്ത് നിന്ന് ഈ ലങ്കയിലേക്ക് ചാടിയ ഹനുമാനോട് ശ്രീരാമന് പറയാമായിരുന്നു, ഏതായാലും നീയ എന്റെ ഭക്തനായ ഹേ ഹനുമാനെ, നീ ലങ്കയിലേക്ക് പോകുന്നുണ്ട്, അവിടെ എങ്ങാനും എന്റെ ഭാര്യയെ കണ്ട കയ്യോടെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കാം. ഞാൻ വരേണ്ട ആവശ്യമില്ലല്ലോ. കടലിൽ ഒരു പാലം ഉണ്ടാക്കി അതിന് ടെൻഡർ വിളിച്ച് അതിന് 1,25,000 കോടി രൂപയുടെ പറ്റിക്കല്, എന്നിട്ട് വേറെ കുഴപ്പമൊക്കെ ഉണ്ടാവണ്ട. അപ്പൊ പാലവും വേണ്ട, അങ്ങോട്ട് വരികയും വേണ്ട. അത്ര കപ്പാസിറ്റി ഉള്ള ഹനുമാന് ഒരാളെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് അറിയാമായിരുന്നിട്ടും ശ്രീരാമൻ താൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഹനുമാനെ ഏൽപ്പിച്ചില്ല. അപ്പോൾ നമ്മൾ രാമനെ ആരാധിക്കണം, ഭക്തി വേണം, പൂജിക്കണം, എല്ലാം വേണം. പക്ഷേ രാമന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം എന്താ? ആ നെഗറ്റീവുകളെ ജീവിതത്തിന്റെ റൈറ്റ് ഫ്രം ദ ഡേ നമ്പർ 1 ഓഫ് ദ ബർത്ത് ഓഫ് രാമ ടിൽ ദ ലാസ്റ്റ് ബ്രെത്ത്, ജീവിതത്തിന്റെ ആദ്യത്തെ 1ാമത്തെ നിമിഷം മുതൽക്ക് അവസാനത്തെ നിമിഷം വരെ രാമൻ അനുഭവിച്ച കാര്യങ്ങൾ എന്തെല്ലാം? ഞാനായിരുന്നു രാമന്റെ സ്ഥാനത്തെങ്കില്, ഞാനായിരുന്നു ലക്ഷ്മണന്റെ സ്ഥാനത്തെങ്കില്, ഞാനായിരുന്നു ദശരഥന്റെ സ്ഥാനത്തെങ്കില്, ഞാനായിരുന്നു കൈകേയിയുടെയും മന്ദരയുടെയും വസിഷ്ഠന്റെയും രാവണന്റെയും ബാലി സുഗ്രീവന്മാരുടെയും സ്ഥാനത്തായിരുന്നുവെങ്കിൽ എനിക്ക് ഇതുപോലൊരു അനുഭവം അല്ലേ ഉണ്ടാവുക? അവര് ചെയ്തതുപോലെ ഞാൻ ചെയ്താൽ അവർക്ക് ഉണ്ടാകുന്നത് പോലെയുള്ള അനുഭവമാണ് എനിക്ക് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ചെയ്യാൻ പാടില്ലാത്തത് എന്ത്? രാവണനെ പോലെ മറ്റൊരു ഭാര്യയോട് എനിക്ക് ആസക്തി ഉണ്ടാവരുത്. ജ്യേഷ്ഠൻ ചെയ്ത തെറ്റിനോട് കുംഭകർണൻ ന്യായീകരിച്ച് ചേർന്നതുപോലെ ഞാൻ ചേരരുത്. എന്റെ വീട്ടിനകത്ത് ഭാര്യയും സുഗ്രീവനും തമ്മിൽ യുദ്ധം ഉണ്ടായാൽ പുറത്തു നിന്ന് വന്ന രാമനാണ് ബാലിയെ നിഗ്രഹിച്ചത്. എന്റെ വീട്ടിൽ പ്രശ്നമുണ്ടായാൽ പുറത്തു നിന്ന് വരുന്നവരായിരിക്കും അതിൽ നിന്ന് മുതലെടുക്കാം. അപ്പൊ രാമായണം നെഗറ്റീവുകളെയും പോസിറ്റീവുകളാക്കി ജീവിതം എന്തെന്ന് രാമായണത്തിലെ ചരിത്ര പുരുഷന്മാരിലൂടെ നമ്മളെ പഠിപ്പിച്ചു. ഇനി നമുക്കൊന്ന് മഹാഭാരതത്തിലേക്ക് ഇറങ്ങി നോക്കാം. ഇതേ മഹാഭാരതം റാൻഡമായിട്ട് പറഞ്ഞു 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതം ഇലിയഡും ഒഡീസിയും കൂടി ചേർത്താൽ അതിന്റെ 8 ഇരട്ടി. ഏതാണ്ട് BC 850 ഹോമർ എഴുതിയ ഇലിയഡും ഒഡീസിയും ചേർത്ത് എഴുതിയ ആ ഗ്രന്ഥത്തിന്റെ 8 ഇരട്ടിയുള്ള മഹാഭാരതം നമ്മളോട് എന്തു പറയുന്നു? നമ്മളോട് പറയുന്നതെല്ലാം ശരിക്കും രാമായണത്തിന്റെയും മഹാഭാരതത്തിന്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതിയ രണ്ടുപേരും അതിനകത്തെ കഥാപാത്രങ്ങളാണ്. അത് നമ്മൾ പലപ്പോഴും ഓർമ്മിക്കാറില്ല. രാമായണം എഴുതിയ ആള് രാമായണത്തിന്റെ പുറത്തുള്ള കഥാപാത്രമല്ല. മഹാഭാരതം എഴുതിയ വ്യക്തി മഹാഭാരതത്തിന്റെ പുറത്തുള്ള വ്യക്തിയല്ല, അകത്തുള്ള വ്യക്തിയാണ്. വാർ ആൻഡ് പീസ്, യുദ്ധവും സമാധാനവും എഴുതിയ ടോൾസ്റ്റോയി ആ പുസ്തകത്തിന്റെ പുറത്തുള്ള ആളാണ്. ഹോമർ ഒഡീസിയുടെയും ഇലിയഡിന്റെയും പുറത്തുള്ള ആളാണ്. നമ്മുടെ 2 ഇതിഹാസങ്ങളില് എഴുതിയ ആൾക്കാര് അതിനകത്തുള്ളവരാണ്. ലവകുശന്മാർക്ക് സീതാദേവി ജന്മം നൽകിയത് വാൽമീകിയുടെ ആശ്രമത്തിലാണ്. മാത്രല്ല പാണ്ഡവര്
അതുപോലെ തന്നെ കൗരവര് വേദവ്യാസന്റെ പുത്രന്മാരാണ്. അപ്പോ അവര് രണ്ട് ഇതിഹാസങ്ങൾ, വാൽമീകി രാമായണവും വ്യാസൻ മഹാഭാരതവും എഴുതിയപ്പോ അവിടെ എന്തെല്ലാം സംഭവിച്ചു എന്ന് അതേപോലെ നിങ്ങൾക്ക് എഴുതി തന്നിരിക്കാം. അവിടെ എന്തെല്ലാം സംഭവിച്ചു എന്നുള്ളത് അതേപോലെ എഴുതി നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കാം. അവരതിനെ ഇവാലുവേറ്റ് ചെയ്തിട്ടില്ല. അവര് പറഞ്ഞിട്ടില്ല ദ്രോണര് ഏകലവ്യന്റെ പെരുവിരല് ദക്ഷിണയായി വാങ്ങിച്ചത് ശരിയാണെന്നും പറഞ്ഞിട്ടില്ല, തെറ്റാണെന്നും പറഞ്ഞിട്ടില്ല. ധർമ്മപുത്രര് ചൂത് കളിച്ചത് ശരിയാണെന്നും പറഞ്ഞിട്ടില്ല, തെറ്റാണെന്നും പറഞ്ഞിട്ടില്ല. ആ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം ചെയ്തത് ശരിയാണെന്നും പറഞ്ഞിട്ടില്ല, തെറ്റാണെന്നും പറഞ്ഞിട്ടില്ല. അത് നോക്കി നിന്ന ദ്രോണരും ഭീഷ്മരും ധർമ്മത്തെ വയലേറ്റ് ചെയ്തതാണ് എന്ന് വേദവ്യാസൻ പറഞ്ഞിട്ടില്ല. ചരിത്ര പുസ്തകം ഇംപാർഷ്യൽ, അൺബയസ്ഡ്, നോൺ ലീനിയന്റ് ആയിട്ട് അവരെഴുതി നമുക്ക് മുമ്പിൽ തന്നു. എന്നിട്ട് നമ്മളോട് പറഞ്ഞു, ഇതിനകത്ത് നിന്ന് നിങ്ങൾ പഠിക്കാനുള്ള പാഠങ്ങൾ പഠിച്ചുകൊള്ളുക. ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി, ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഇറ്റ് ഈസ് യുവർ പ്രിവിലേജ്. ഡ്യൂട്ടി പ്ലസ് റെസ്പോൺസിബിലിറ്റി പ്ലസ് പ്രിവിലേജ്. ധർമ്മം, ധർമ്മം എന്നുള്ളത് ഇംഗ്ലീഷിൽ എന്താണ്? ഡ്യൂട്ടി പ്ലസ് റെസ്പോൺസിബിലിറ്റി പ്ലസ് പ്രിവിലേജ്. സത്യം എന്നുള്ളത് ഇംഗ്ലീഷിൽ എന്താണ്? ട്രൂത്ത് പ്ലസ് ഫാക്ട് പ്ലസ് എസൻസ്. അപ്പൊ നിങ്ങളുടെ ധർമ്മമാണ് രാമായണവും മഹാഭാരതവും എങ്ങനെ വിലയിരുത്തണം എന്നുള്ളത്. 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തില് തലങ്ങും വിലങ്ങും നിങ്ങൾ എടുത്തു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഗാന്ധാരി കണ്ണുകെട്ടി നടന്നു എന്ന ആ നെഗറ്റീവ് കൗരവ വംശത്തിലുള്ളവരുടെ അധർമ്മത്തിനും അനീതിക്കും അന്യായത്തിനും കാരണമായി. അതുകൊണ്ട് കൗരവര് നശിക്കാൻ അത് കാരണമായി. ശരിയോ തെറ്റോ മനസ്സിലാക്കാനുള്ള പാഠം എൻ്റെ വീട്ടില്, നിങ്ങളുടെ വീട്ടില് അമ്മമാര് കണ്ണുകെട്ടി നടന്നാൽ മക്കൾക്ക് എന്ത് സംഭവിക്കുമെന്ന് പരീക്ഷിച്ചറിയേണ്ട ആവശ്യമില്ല. ആ കൗരവർക്ക് എന്ത് സംഭവിച്ചോ അത് നമ്മളുടെ വീട്ടിൽ സംഭവിക്കും. ആ ഒരു നെഗറ്റീവിൽ നിന്ന് നമ്മൾ എന്ത് പാഠം പഠിച്ചു? നമ്മുടെ വീട്ടില് ഭാര്യ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ സഹോദരി അവർ കണ്ണുകെട്ടി നടക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിൽ ലവ് ജിഹാദ് ഉണ്ടാവുന്നത്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. നമ്മുടെ മക്കൾക്ക് യഥാകാലത്ത് കൊടുക്കേണ്ട നന്മകള്, ഉപദേശങ്ങള്, അനുഭവങ്ങള്, കഥകള് പറഞ്ഞു കൊടുക്കേണ്ടവർ പറഞ്ഞു കൊടുക്കാതെ അച്ഛന് കാഴ്ചയില്ല എന്ന കാരണത്താൽ എനിക്കും കാഴ്ച വേണ്ട എന്ന് പറഞ്ഞ അച്ഛന്റെ ഭാര്യ ഗാന്ധാരി കണ്ണു തെറ്റി നടന്നു. അതുപോലെ നമ്മൾ നടന്നാൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് ഒരു പരീക്ഷണവും നടത്താതെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കും. അപ്പോ അമ്മ ചെയ്ത തെറ്റ് മക്കളിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാൻ എത്ര വ്യക്തമായ ഒരു ജീവിതാനുഭവം മഹാഭാരതത്തിലൂടെ നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചു. ഒരു രാജാവ്, ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവാണ്, ഒന്നിന്റെ കണ്ടിന്യൂവേഷൻ അല്ല അടുത്തത്. അങ്ങനെ ഒന്നിന്റെ കണ്ടിന്യൂവേഷൻ ആവാതിരിക്കാൻ കാരണം നിങ്ങൾ ഇതുവരെ കൂട്ടുവായ വിട്ടിട്ടില്ല. അപ്പോ ഈ ധർമ്മപുത്രന് ചൂത് കളിച്ചു. ധർമ്മപുത്രർക്കറിയാം ഒരു രാജാവ് മദ്യപിക്കരുത്, ധർമ്മപുത്രർക്കറിയാം ചൂത് കളിക്കരുത്, ധർമ്മപുത്രർക്കറിയാം വേശ്യ സംസർഗം പാടില്ല. ഇത് ധർമ്മശാസ്ത്രം വ്യക്തമായിട്ട് അറിയാവുന്ന ആളായതുകൊണ്ടാണ് യുധിഷ്ഠിരന് ധർമ്മപുത്രൻ എന്ന പേര് പോലും വന്നത്. അദ്ദേഹം ചൂത് കളിച്ചു. എന്തുകൊണ്ട് ചൂത് കളിച്ചു? ഉത്തരം വളരെ സിമ്പിളാണ്. എത്ര കപ്പാസിറ്റി ഉള്ള മനുഷ്യരാണെങ്കിലും, എത്ര ഇന്റലക്ച്വലി എലിവേറ്റഡ് പൊസിഷനിലുള്ള വ്യക്തിയാണെങ്കിലും, ധർമ്മബോധമുള്ള വ്യക്തിയാണെങ്കിലും ചിലപ്പോൾ ചിലർക്ക് പറ്റിപ്പോകും, നിങ്ങൾക്കും എനിക്കും ഉൾപ്പെടെ. ആ പറ്റിയതാണ് ധർമ്മശാസ്ത്ര ലംഘനം. രണ്ട് ഇതിഹാസങ്ങളിൽ രണ്ടുപേര് ചെയ്തത്. ഇപ്പുറത്ത് ദശരഥൻ ചെയ്ത അബദ്ധം, ഇപ്പുറത്ത് ധർമ്മപുത്രന് ചെയ്ത അബദ്ധം. എന്തിനു ചൂത് കളിച്ചു? കള്ളച്ചൂതാണെന്ന് അറിഞ്ഞിട്ടും ചൂത് കളിച്ചു. ചൂത് കളിച്ചത് പോകട്ടെ, ഒരാള് ചൂത് കളിച്ചു, അവനവൻ കുളത്തിൽ ചാടാൻ തയ്യാറാണെങ്കിൽ ചാടിക്കൊള്ളൂ. ഇത് ചാടിയെന്ന് മാത്രമല്ല, 4 ബ്രദേഴ്സിനെയും പണയപ്പെടുത്തി. ആവശ്യമുണ്ടായിരുന്നോ? മാത്രല്ല
ജ്യേഷ്ഠൻ ചെയ്ത തെറ്റിന് അനുജന്മാർ എന്തിനു നിന്നുകൊടുത്തു? തന്നെ പണയപ്പെടുത്താൻ. ജ്യേഷ്ഠൻ ചെയ്ത തെറ്റിന് എന്തിനു നിന്നുകൊടുത്തു? ഇതിഹാസമായ രാമായണത്തില് നമ്മുടെ രാവണൻ ചെയ്ത തെറ്റിന്റെ കൂട്ടത്തില് വിഭീഷണൻ നിന്നില്ല. അതുകൊണ്ട് വിഭീഷണന് ഈ ലോകത്തില് ശരിക്കും ചിരഞ്ജീവികളുടെ സ്ഥാനാ കിട്ടിയത്. നിങ്ങൾക്കൊക്കെ ഷഷ്ടിപൂർത്തിയും അതേപോലെ ശതാഭിഷേകവും ഒക്കെ നടത്തുമ്പോ നമ്മൾ 101 ചാത അഗ്നിയിൽ ഹോമിക്കുന്നത് അശ്വത്ഥാമാവിന്റെ പേര് പറഞ്ഞ്, ബലിയുടെ പേര് പറഞ്ഞ്, വ്യാസന്റെ പേര് പറഞ്ഞ്, കൃപരുടെ പേര് പറഞ്ഞ്, വിഭീഷണന്റെ പേര് പറഞ്ഞ്, പരശുരാമന്റെ പേര് പറഞ്ഞ്, ഹനുമാന്റെ പേര് പറഞ്ഞിട്ടാ ഹോമം നടത്താം. ഹിന്ദുക്കളായ സ്ഥിതിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മള് ഈ വിഭീഷണൻ രാക്ഷസകുലത്തിൽ ജനിച്ചിട്ട് പോലും അദ്ദേഹം ഉയരാൻ കാരണം ജ്യേഷ്ഠൻ ചെയ്ത തെറ്റിന്റെ കൂട്ടത്തില് അനുജൻ നിന്നില്ല. ഈ 4 പാണ്ഡവര് ഈ ജ്യേഷ്ഠനായ ധർമ്മപുത്രര് ചെയ്ത തെറ്റിന്റെ കൂട്ടത്തില് എന്തിനു നിന്നു? ഉത്തരം സിംപിളാ. നമ്മളെ കാണിക്കാൻ. എന്ത് കാണിക്കാൻ? നിങ്ങളുടെ വീട്ടിൽ അച്ഛനായാലും ജ്യേഷ്ഠനായാലും അബദ്ധമോ തെറ്റോ ക്രിമിനൽ കുറ്റമോ ചെയ്താൽ ജ്യേഷ്ഠനാണ് അച്ഛനാണെന്ന പേരില് അവരുടെ കൂട്ടത്തിൽ നിന്നാൽ രാവണന്റെ മകൻ മേഘനാഥന് സംഭവിച്ചത്, ധർമ്മപുത്രരുടെ അനുജന്മാർക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിക്കാതിരിക്കാൻ രാമായണത്തിലെ രാവണനെ കുറിച്ച് ഓർക്കാം, ഇപ്പോഴത്തെ ധർമ്മപുത്രരെ കുറിച്ച് ഓർക്കാം. മാത്രമല്ല ദ്രൗപദിയുടെ, ശരിക്കും പറഞ്ഞാൽ ദ്രൗപദി നല്ല കപ്പാസിറ്റി ഉള്ള പാർട്ടിയാണ്. ആണത്വത്തോടു കൂടി ജനിക്കേണ്ട വ്യക്തിയാ. ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട് ചിങ്ങം ലഗ്നത്തിൽ ജനിച്ച പാർട്ടി ആയിരിക്കാനാണ് സാധ്യത. സൂര്യന്റെ തേജസ്സുള്ള ദ്രൗപദി. അപ്പൊ സൂര്യൻ അവിടെ ഇരിക്കുമ്പോ തന്നെ ആവാനാണ് സ്വക്ഷേത്രത്തില്, സൂര്യന്റെ സ്വക്ഷേത്രത്തില്, അല്ലെങ്കിൽ മേടം 1 മുതൽ 10 വരെ സൂര്യൻ അങ്ങ് ക്ലൈമാക്സില് 10ാമത്തെ ഡിഗ്രിയിൽ സൂര്യൻ എത്തുന്നതാണ് 10ാം ഉദയം. അപ്പൊ ജനിച്ച പാർട്ടി ആയിരിക്കും. ആ ദ്രൗപദിയെ പണയപ്പെടുത്തിയപ്പോൾ ഭീഷ്മരുടെ മുമ്പിൽ വന്ന് ദ്രൗപദി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഭാരതത്തിലെ സ്ത്രീകളുടെ അഭിമാനം എന്താണെന്ന് എന്റെ മുമ്പിൽ നിന്ന് അവർ പഠിക്കണമെങ്കിൽ ദ്രൗപദിയെയും കുന്തിയെയും കണ്ട് പഠിക്കണം. അതൊന്നും നമ്മൾ നോക്കാറില്ല. എന്താ കാരണം അറിയാം? കുറച്ചു മുമ്പ് ഞാൻ ബ്ലഡ് പ്രഷറിനെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് എന്ത് കൊടുക്കാനാ പറഞ്ഞത്? സാമ്പാർ ഉൾപ്പെടാതെ. എന്നിട്ട് മറ്റുള്ളവർക്ക് സാമ്പാർ സെപ്പറേറ്റ്. നമ്മൾ ഈ രാമായണത്തിലും ഭക്തി കലർത്തി, മഹാഭാരതത്തിൽ ഭക്തി കലർത്തി, വേറെ ഒരു കുഴപ്പവും കൂടി കലർത്തി. എന്താണ്? മഹാഭാരതം വീട്ടിൽ വെക്കരുത്. അപ്പൊ വായിക്കാനുള്ള ഉത്തരവാദിത്വം ഇല്ല. കാരണം അത് കാട്ടിലാണ് വെക്കേണ്ടത്. കാട്ടിൽ വെക്കാൻ വേണ്ടിയാണല്ലോ അങ്ങേരെ എഴുതിയത്. അപ്പൊ ചിലപ്പോ ചില അബദ്ധങ്ങളാണ് നമ്മൾ ചെയ്യാം. അതവിടെ ഇരിക്കട്ടെ. ഇവിടെ ഈ പാഞ്ചാലി ദ്രൗപദി ഭീഷ്മരുടെ അടുത്ത് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ധർമ്മപുത്രര് ദ്രൗപദിയെ പണയപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഈ ചോദ്യം വരുമായിരുന്നില്ല. ആ നെഗറ്റീവാണ് ഭാരതത്തെ സ്ത്രീകളുടെ കപ്പാസിറ്റി തെളിയിക്കുന്ന ഒരു ചോദ്യം. ഭീഷ്മരുടെ മുമ്പിൽ തൊഴുതുകൊണ്ട് ദ്രൗപദി ചോദിച്ചു, സ്വയം പണയപ്പെട്ട വ്യക്തിക്ക് മറ്റുള്ളവരെ പണയപ്പെടുത്താനുള്ള അവകാശമുണ്ടോ ഭീഷ്മ പിതാമഹ? ഭീഷ്മർ മിണ്ടിയില്ല. ദ്രോണരുടെ അടുത്ത് എന്ന് ചോദിച്ചു. ഞാൻ കണ്ടോണ്ടിരിക്കുക. ചോദിച്ചു. അപ്പൊ ദ്രോണര് മിണ്ടിയില്ല. കർണന് കണ്ടുകൊണ്ടിരിക്കുക. കർണന് വേണ്ടിയില്ല. അതുകൊണ്ട് എന്തു പറ്റി? ധർമ്മത്തെ അധിക്ഷേപിക്കുന്ന സമയത്ത് ധർമ്മോ രക്ഷതി രക്ഷിത ധർമ്മമേവ ഹതോ ഹന്തി. ധർമ്മത്തെ രക്ഷിക്കുന്നവനെ ധർമ്മം രക്ഷിക്കും, ധർമ്മത്തെ നശിപ്പിക്കുന്നവനെ ധർമ്മം നശിപ്പിക്കും. ധർമ്മരാജ്യത്തിന്റെ ഡെഫിനിഷൻ എന്താ? ധർമ്മരാജ്യത്തിന്റെ ഡെഫിനിഷൻ സ്ത്രീയശ്ച അപുരുഷാമാർഗം സർവാഭരണഭൂഷിതാം നിർഭയ പ്രതിപദ്യന്തേ തഥാ രക്ഷതി ഭൂമിവാ. എന്തൊരു രസമായിട്ട് പറയാ. സ്ത്രീയശ്ച, ഒരു സ്ത്രീ, അപുരുഷാമാർഗം, കൂട്ടത്തിൽ ആണുങ്ങൾ ആരുമില്ലാതെ സർവാഭരണഭൂഷിതാം, ഒരു സ്ത്രീ കൂട്ടത്തിൽ പുരുഷന്മാരില്ലാതെ സർവാഭരണഭൂഷിതയായിട്ട് നിർഭയ പ്രതിപദ്യന്തേ. ഡൽഹിയിലെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഒരു ഭയവും ഇല്ലാതെ ഒറ്റയ്ക്ക് നടക്കുന്നുണ്ടെങ്കിൽ അത് രാജാവിന്റെ കപ്പാസിറ്റിയാ, ധർമ്മരാജാവിന്റെ കപ്പാസിറ്റിയാ. അങ്ങനെ ഉള്ള രാജാവിന്റെ ഡെഫിനിഷൻ നൽകിയ ഒരു രാഷ്ട്രത്തില് ഇന്ദ്രപ്രസ്ഥത്തിന്റെ രാജാവായ ഈ ധർമ്മപുത്രന് എത്ര വ്യക്തിത്വമുള്ള മനുഷ്യനാണെങ്കിലും തുറവൂർ വിശ്വംഭരൻ സാറ് എന്ത് ന്യായീകരിച്ചാലും ധർമ്മപുത്രന് ചെയ്തത് തെറ്റ്. അതാണ് ദ്രൗപദി ഭീഷ്മരുടെ മുമ്പിൽ ചെന്ന് ചോദിച്ചത്.
അതാണ് ദ്രോണരുടെ മുമ്പിൽ ചെന്ന് ചോദിച്ചത്, അതാണ് കർണന്റെ മുമ്പിൽ ചെന്ന് ചോദിച്ചത്. അങ്ങനെ അവർ ചോദിച്ചില്ലായിരുന്നെങ്കിൽ ന രാജ്യം ന രാജാസീത് ന ദണ്ഡ്യോ ന ച ദണ്ഡിനഃ ധർമ്മേണൈവ പ്രജാ സർവേ രക്ഷന്തി സ്മ പരസ്പരം. സാധിക്കെങ്കിൽ ഇത് ബൈഹാർട്ട് പഠിക്കാം. ഡെമോക്രസി എന്താണ്? ഒരു രാഷ്ട്രം എന്താണ്? സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ, കിട്ടാനുള്ളത് പുതിയൊരു ലോകം. ഇതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? എപ്പി കാർപ്പ് ഓഫ് ദി മാംഗോ ഫ്രൂട്ട്. കേട്ടിട്ടുണ്ടോ? തൊലി. അതിന് വേറൊരു ബഞ്ച് ഓഫ് ദി കോക്കനട്ട്, തേങ്ങാക്കൊല. അതൊന്നും അല്ല ഇവിടെ നടന്നത്. രാജ്യം, രാജ്യത്തിന് അതിർത്തികളില്ല. രാജാ ആസീൻ, രാജ്യത്തെ ഭരിക്കാൻ രാജാവിന്റെ ആവശ്യമില്ല. ദണ്ഡ്യോ, ശിക്ഷിക്കപ്പെടേണ്ടവരില്ല. ദണ്ഡിന, ശിക്ഷ കൊടുക്കേണ്ടവരില്ല. ധർമ്മേണ ഏവ സർവേ പ്രജാഃ, ധർമ്മത്തിലൂടെ മാത്രം എല്ലാ പ്രജകളും രക്ഷന്തി സ്മ പരസ്പരം. അർത്ഥം മനസ്സിലാവുന്നുണ്ട്? രാജ്യത്തിന് അതിർത്തികളില്ല, രാജ്യം ഭരിക്കാൻ ഒരാൾ വേണമെന്ന് നിർബന്ധമില്ല, ശിക്ഷിക്കപ്പെടേണ്ടവരില്ല, ശിക്ഷ കൊടുക്കേണ്ടവരില്ല. ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രജകള് പരസ്പരം സംരക്ഷിച്ചിരുന്ന ഒരു രാജ്യത്തില് ആ ധർമ്മപുത്രരുടെ ധർമ്മപത്നിയെ പ്ലഡ്ജ് ചെയ്തത്, പണയപ്പെടുത്തിയത് ശരിയായോ? ഉത്തരം പറയേണ്ടത് വേദവ്യാസനല്ല. ഉത്തരം പറയേണ്ടത് പള്ളിക്കാട് ഭാഗവത സത്രത്തില് നൈമിഷാരണ്യത്തിനകത്തിരിക്കുന്നവര്. വളരെ സിമ്പിളാ. ഞാനിത്തിരി വികാരത്തോടുകൂടി പറയുന്നേ ഉള്ളൂ, സമയത്തിനകത്ത് തീർക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പോ ഇവിടെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. വേദവ്യാസന്റെ റോൾ അല്ല ശരിയേത് തെറ്റേത് എന്ന് പറയല്, നമ്മുടെ റോളാ. അങ്ങനെ പണയപ്പെടുത്തിയത് കൊണ്ട് എന്ത് സംഭവിച്ചു? ആ നെഗറ്റീവ് പോസിറ്റീവായി. കാരണം ഒരു സ്ത്രീയെ പബ്ലിക്കായിട്ട് അവഹേളിച്ച് വസ്ത്രാക്ഷേപം നടത്തിയപ്പോ മിണ്ടാതിരുന്ന വ്യക്തികളുടെ അടുത്ത് ധർമ്മത്തിനെ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തിയിട്ട് ധർമ്മപുത്രരെ അടിച്ചു തെറിപ്പിക്കാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു. അർത്ഥം മനസ്സിലായി? ഒരു സ്ത്രീയെ വസ്ത്രാക്ഷേപം ചെയ്തപ്പോ മിണ്ടാതിരുന്ന ഇവരുടെ അടുത്ത് എന്തിന് ധർമ്മം സംസാരിക്കണം? ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തിയിട്ട് അടിച്ചു തെറിപ്പിക്കാൻ പറഞ്ഞു. അതാണ് ശ്രീകൃഷ്ണൻ. അങ്ങനെയുള്ള ശ്രീകൃഷ്ണനെയാണ് നിങ്ങൾ പൂജിക്കേണ്ടത്. നിങ്ങൾ നിറന്ന വീലികൾ നിരക്കവേ കുത്തി നെറുകയിൽ, അതൊന്നും വേണ്ടെന്നല്ല. നല്ല ആണത്വമുള്ള കപ്പാസിറ്റിയുള്ള ശ്രീകൃഷ്ണൻ. ഈ ബലരാമൻ എന്തോ കുഴപ്പമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞോടുകൂടി അങ്ങേരോട് പറഞ്ഞു, താൻ നമുക്ക് പറ്റിയ പാർട്ടിയല്ല, ഋഷികേശിലോ ഹരിദ്വാറിലോ കൈലാസത്തിലേക്കോ ഒക്കെ ചൈനയിൽ നിന്ന് വിസ എടുത്ത് പൊക്കോളാൻ പറഞ്ഞു. ഇവിടെ ഒന്നും പറ്റിയ പാർട്ടിയല്ല. നമ്മളുടെ കൂട്ടത്തിൽ വേവ് ലെങ്തിൽ ചേരാത്തവരെയൊക്കെ മാറ്റിയ ശ്രീകൃഷ്ണൻ, ഭാവി കാലം പ്രസന്റിൽ കണ്ട ശ്രീകൃഷ്ണൻ, ഭൂതത്തിന്റെ എക്സ്ട്രാപ്പുലേഷൻ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ശ്രീകൃഷ്ണൻ ഈ ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തിയിട്ട് അടിച്ചു തെറിപ്പിക്കാൻ അർജുനനോട് പറഞ്ഞതിന്റെ പുറകില് ലോകത്തിൽ ഒരാളും പറഞ്ഞിട്ടില്ല. ധർമ്മശാസ്ത്രം പറയുന്നു പിതൃദേവോ ഭവ, ആചാര്യ ദേവോ ഭവ. രണ്ടും കൃഷ്ണൻ വയലേറ്റ് ചെയ്തു ഭീഷ്മ പിതാമഹനെ. കാരണം ധർമ്മത്തെ കുറിച്ച് സംസാരിക്കാൻ യോഗ്യതയില്ലാത്ത പാർട്ടിയാണ് മുമ്പില്. അപ്പൊ ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തി എന്നിട്ട് അടിച്ചു തെറിപ്പിച്ചു. എന്നാ ശ്രീകൃഷ്ണൻ യുദ്ധം ചെയ്തോ? ഒന്നും ചെയ്തുമില്ല, കയ്യിലൊട്ടൊന്നുമില്ല. അങ്ങേരെ കൊണ്ട് ചെയ്യിച്ചു. കാരണം ഒരു രാഷ്ട്രത്തിന്റെ ധർമ്മം സംരക്ഷിക്കേണ്ടത് ഈശ്വരനല്ല, ഒരു രാഷ്ട്രത്തെ സംരക്ഷിക്കേണ്ടത് ഈശ്വരനല്ല, അവിടുത്തെ പ്രജകളാണ്. ഭീഷ്മർക്ക് പറ്റിയ അബദ്ധം, ഹസ്തിനപുരത്തെ സംരക്ഷിച്ചു കൊള്ളാം എന്ന് പ്രതിജ്ഞ എടുത്ത ഭീഷ്മര് ഹസ്തിനപുരം ഭരിക്കുന്നവരെ സംരക്ഷിച്ചു കൊള്ളാം എന്നാക്കി മാറ്റി. അതാ ഇപ്പൊ എ കെ ആന്റണിക്കൊക്കെ പറ്റിയതും. രാഷ്ട്രത്തെ സംരക്ഷിച്ചു കൊള്ളാമെന്നല്ല, രാഷ്ട്രത്തെ ഭരിക്കുന്ന അമ്മച്ചിയെ സംരക്ഷിച്ചു കൊള്ളാമെന്നാക്കി. അവിടെ പറ്റിയതാ ഈ അബദ്ധം. ഒന്ന് മഹാഭാരതം ശരിക്കും വായിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും പറ്റില്ലായിരുന്നു. അപ്പൊ നോക്കാം, കർണന്റെ രഥചക്രം താഴ്ന്നു പൂണ്ടപ്പോൾ കൃഷ്ണൻ അറിയാം കർണന്റെ മുമ്പിൽ അർജുനൻ ശോഭിക്കില്ല. കർണന്റെ മുമ്പില്. അപ്പൊ എന്താ വേണ്ടത്? ധർമ്മവും അധർമ്മവും ലോകത്തിൽ നിലനിൽക്കുന്നത് വായുവിലല്ല. ധർമ്മവും അധർമ്മവും ലോകത്തിൽ നിലനിൽക്കുന്നത് തൂണിലല്ല, വായുവിലല്ല, ജലത്തിലല്ല. ധർമ്മം നിലനിൽക്കുന്നത് ധർമ്മം അനുഷ്ഠിക്കുന്നവരിലൂടെയാണ്. അധർമ്മം നിലനിൽക്കുന്നത് അധർമ്മം ചെയ്യുന്നവരിലൂടെയാണ്. അപ്പൊ അധർമ്മത്തെ ഇല്ലാതെയാക്കണമെങ്കിൽ അധർമ്മം ചെയ്യുന്നവരെ അധർമ്മത്തിൽ നിന്ന് പിന്തിരിയാനായിട്ട് പറയുക. അത് ചെയ്തില്ലെങ്കിൽ
അടിച്ചു തെറിപ്പിക്കുക. അപ്പോഴാ കർണന്റെ രഥചക്രം മണ്ണിൽ പൂണ്ടുപോയപ്പോ കർണൻ അർജുനനോടും അതേപോലെ ശ്രീകൃഷ്ണനോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കൃഷ്ണ, അർജുന, ധർമ്മം എന്താണെന്ന് നിങ്ങൾക്കറിയാം, അധർമ്മം എന്താണെന്ന് നിങ്ങൾക്കറിയാം, യുദ്ധക്ഷേത്രത്തിൽ പാലിക്കേണ്ട ധർമ്മം എന്താണെന്നും അറിയാം. എന്റെ കയ്യിൽ ആയുധമില്ല, എന്റെ രഥത്തിന്റെ ചക്രം മണ്ണിൽ താഴ്ന്നു പോയിരിക്കുന്നു. ആ രഥത്തിന്റെ ചക്രം പുറത്തെടുക്കുന്നത് വരെ ഒന്ന് യുദ്ധത്തിലെ ധനുർവേദത്തിലെ ധർമ്മനീതി പ്രകാരം ഒന്ന് കാത്തു നിൽക്കാം. കൃഷ്ണൻ എന്താ പറഞ്ഞത്? പബ്ലിക്കായിട്ട് ഒരു സ്ത്രീ വസ്ത്രാക്ഷേപം ചെയ്തപ്പോൾ അന്ന് നിങ്ങൾക്ക് കാണാത്ത ആ ധർമ്മം ഇപ്പൊ എവിടെ നിന്ന് വന്നു കർണ? എന്താ മനസ്സിലായത്? അപ്ലൈഡ് ധർമ്മശാസ്ത്ര ഈസ് ഡിഫറെന്റ് ഫ്രം തിയറട്ടിക്കൽ ധർമ്മശാസ്ത്ര. ഈ വരി മറക്കരുത്. ഇപ്പൊ ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞ വരി ഒരിക്കലും മറക്കരുത്. ഹൈന്ദവ ജനതയ്ക്ക് പലതിനും ഉത്തരം പറയാൻ പറ്റാതെ വരുന്നത് ഈ ഒരു വരി കയ്യിലില്ലാത്തത് കൊണ്ടാണ്. അപ്ലൈഡ് ധർമ്മശാസ്ത്ര ഈസ് ഡിഫറെന്റ് ഫ്രം theoretical dharmashastra. Applied mathematics is different from theoretical mathematics. Applied chemistry is different from theoretical chemistry. ധർമ്മശാസ്ത്രം താത്വികമായിട്ടുള്ളതില് ആചാര്യ ദേവോ ഭവ, ദ്രോണരെ കൊല്ലാൻ പ്രൊവിഷൻ ഇല്ല. അപ്ലൈഡ് ധർമ്മശാസ്ത്രത്തില് ആ ദ്രോണര് അധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നു. അധർമ്മത്തിന്റെ പക്ഷത്ത് അച്ഛൻ നിന്നാലും അമ്മ നിന്നാലും രാഷ്ട്രത്തിന്റെ കാര്യത്തില് ധർമ്മം പുനഃസ്ഥാപിക്കണമെങ്കിൽ അപ്പുറത്ത് ആരാണ് നിൽക്കുന്നതെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാ മഹാഭാരതം വരിക? ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞതില് എവിടെയെങ്കിലും ആത്മീയതയുണ്ടോ? ഇത്രയും ഞാൻ പറഞ്ഞതിൽ ആത്മീയതയുണ്ടോ? ഇതൊക്കെ ശരിക്കും ദേവാസുരം എന്ന സിനിമയിലെ കഥ പറയണ മാതിരിയല്ലേ ഞാൻ നിങ്ങളോട് പറയുന്നത്? അതിന്റെ രണ്ടാം ഭാഗം രാവണപ്രഭുവിനെ കുറിച്ച് പറയണ മാതിരിയല്ലേ ഞാൻ പറയുന്നത്? പച്ച മലയാളം. ഇവിടെ ഞാൻ ഈശ്വരനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ഏകാഗ്രമാവാൻ പറഞ്ഞിട്ടില്ല, ധ്യാനിക്കാൻ പറഞ്ഞിട്ടില്ല, നാമം ജപിക്കാൻ പറഞ്ഞിട്ടില്ല, ഗായത്രി മന്ത്രം ജപിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ സംസാരിച്ചത് ആത്മീയ ഗ്രന്ഥം എന്ന് നമ്മൾ കുറെയൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന വാൽമീകി രാമായണത്തെ കുറിച്ച്. അത് പച്ച മനുഷ്യനുള്ള ഗ്രന്ഥമാണ്. നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കിയ ഗ്രന്ഥം. അതേപോലെ മഹാഭാരതം നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കിയ ഗ്രന്ഥം. എത്ര ഗംഭീരമായിട്ട് അതിൽ ഓരോന്നുമുണ്ട്. ഓരോന്നും ശകുനി കള്ളച്ചൂത് കളിച്ചു. ആ കള്ളച്ചൂത് കളിച്ചില്ലായിരുന്നെങ്കിൽ പാണ്ഡവര് വനവാസത്തിന് പോവേണ്ട ആവശ്യമുണ്ടോ? വനവാസത്തിന് പാണ്ഡവര് പോയില്ല എങ്കിൽ അവർ പരമാവധി ക്ഷമിച്ചു എന്ന് പറയാൻ നമുക്ക് സാധിക്കോ? അവർ കേറി യുദ്ധം ചെയ്തു എന്നല്ലേ പറയുള്ളൂ. അത്രയും ക്ഷമിച്ചപ്പോഴും ആ വനവാസത്തിന് പോയത് അതിലെ ജ്യേഷ്ഠന്റെ ധർമ്മപുത്രരുടെ തെറ്റുകൊണ്ടാണെന്ന് അനുജന്മാരെ വിമർശിച്ചില്ല. ആ 13 വർഷം കാട്ടിൽ വസിക്കേണ്ടി വന്നിട്ടും കുന്തി മാതാവ് ഈ പാണ്ഡവരുടെ മനസ്സിൽ വാശി, പക, വിദ്വേഷം, അസൂയ, കുശുംബ, കുനിഷ്ഠ വളർത്തിയില്ല. രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഒരമ്മയുടെ കപ്പാസിറ്റി നമ്മൾ അറിയണമെങ്കിൽ കുന്തിയിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലണമെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവില്ല എന്ന് ഞാൻ തെറ്റിദ്ധരിക്കുന്നു. ആ കുന്തിയാണ്. ആ കുന്തി 13 വർഷം നരകയാതന ഇവരുമായിട്ട് കാട്ടിൽ അനുഭവിച്ചിട്ട് പകരം വീട്ടാൻ പറഞ്ഞില്ല. മനസ്സിനകത്ത് വാശി വളർത്തിയില്ല. മനസ്സിനകത്ത് നന്മകൾ മാത്രം വളർത്തി. എന്തിന്? എൻ്റെ മക്കളോട്, എൻ്റെ ഭാര്യയോട്, നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് ഏതെല്ലാം ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോഴും മക്കളുടെ മനസ്സിൽ വാശിയും പകയും വിദ്വേഷവും അഹങ്കാരവും വളർത്തല്ലേ. സ്വാമി വിവേകാനന്ദന്റെ ഒരു വരിയുണ്ട്, whenever you are passing through the crisis your real color will come out. അർത്ഥം മനസ്സിലായി? whenever you are passing through the crisis your real color will come out. അർത്ഥം മനസ്സിലായില്ലേ? ചിലത് ഇംഗ്ലീഷിൽ പറയാൻ നല്ലത്, കാരണം മലയാളികളായതുകൊണ്ട്. അപ്പൊ ജീവിതത്തിന്റെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ ഒറിജിനൽ കളർ പുറത്തേക്ക് വരിക. ആ ക്രിട്ടിക്കൽ സിറ്റുവേഷനിലൂടെ കടന്നുപോയി അരക്കില്ലത്ത് വെച്ച് അനുഭവിക്കേണ്ടത് അനുഭവിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ട ആ പാണ്ഡവര്
അച്ഛനില്ലാത്ത പാണ്ഡവര്, ചെറുപ്പക്കാരായ പാണ്ഡവര് 5 പേരെയും അമ്മ എന്ന കുന്തി ദേവി തന്റെ മക്കളായി ജനിച്ച 3 പേര്, മാതൃയുടെ മക്കളായി ജനിച്ച 2 പേര്, അവരിൽ വ്യത്യാസം വരുത്താതെ കിട്ടിയത് ഭക്ഷിച്ച് ഒരമ്മ ഒരു 5 മക്കളെ എങ്ങനെ കാട്ടിൽ വളർത്തി എന്ന് ചിന്തിക്കാൻ ഇന്നത്തെ അമ്മമാർക്ക് അവസരം കിട്ടിയത് ആ ധർമ്മപുത്രര് ചൂതുകളിച്ചത് കൊണ്ട് നെഗറ്റീവിനെ പോസിറ്റീവാക്കാൻ സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടില്ലേ? ഇതുവരെ ആരും കൂട്ടുവായ വിട്ടില്ല. അപ്പോ നമുക്ക് സാധിക്കണം. തിരിച്ചു വന്നു, വിരാട സന്നിധിയിൽ വെച്ച് എന്ത് ചെയ്തു? തികച്ചും വ്യത്യസ്തമായിട്ട് ഇതേ അർജുനൻ ദ്രോണരോട് യുദ്ധം ചെയ്തു, ഭീഷ്മരോട് യുദ്ധം ചെയ്തു, ദുര്യോധനനോട് വിരാട രാജസന്നിധിയിൽ വെച്ച് യുദ്ധം ചെയ്തു. അപ്പോഴൊന്നും തളരാത്ത അർജുനൻ എന്തുകൊണ്ട് കുരുക്ഷേത്ര ഭൂമിയിലെ യുദ്ധത്തിന് തളർന്നു? ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? അപ്പൊ ഭീഷ്മര് മുമ്പിലുള്ളത് കൊണ്ടായിരുന്നോ തളർന്നത്? അല്ല. ദ്രോണരുണ്ടായിരുന്നത് കൊണ്ടാണോ തളർന്നത്? അല്ല. പിന്നെ എന്തുകൊണ്ട് തളർന്നു? വെറുതെ ചിന്തിക്കണം. ചുമ്മാ ഇരിക്കല്ലേ, മോഹൻലാൽ പറയുന്നത് പോലെ ചുമ്മാ ഒന്ന് ചിന്തിക്കണം. അപ്പോഴാ ഇതിന്റെ അർത്ഥറിയാം. മഹാഭാരതത്തെയും ഒരു കേക്കാക്കാം, രാമായണത്തെ കേക്കാക്കി അതിന്റെ സംഭവങ്ങളെ ഓരോ പീസുകളാക്കി എടുത്തതുപോലെ മഹാഭാരതത്തിനെയും ഒരു കേക്കാക്കാം, അതിലെ സംഭവങ്ങളെ എക്സ്പീരിയൻസസ്, ഈവൻസ് took place in മഹാഭാരത, അതിലെ സംഭവങ്ങൾ എടുത്ത് നോക്കാം. അപ്പൊ മനസ്സിലാവും അർജുനൻ തളർന്ന് വീണില്ലായിരുന്നു എങ്കിൽ ഭഗവത്ഗീത എന്ന ഗ്രന്ഥം ഉണ്ടോ? ഇല്ല. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഭഗവത്ഗീത പഠിപ്പിക്കുന്നു. BC 3140 ഭഗവത്ഗീത രചിക്കപ്പെട്ടത്. BC 3140 എന്ന് തനിക്ക് ഇത്ര കൃത്യമായിട്ട് പറയാൻ താനെന്താ അവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉണ്ടാവേണ്ട ആവശ്യമില്ല. കലിയുഗം എന്നാ ആരംഭിച്ചത് നിങ്ങൾക്കറിയാം. 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയല്ല. കലിയുഗം ആരംഭിച്ചത് BC 3102 ഫെബ്രുവരി 17 വ്യാഴാഴ്ച രാത്രി 11:55. BC 3102 ഫെബ്രുവരി മാസം 17 വ്യാഴാഴ്ച രാത്രി 11:55 ഭൂമി, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, ഗുരു, ശുക്രൻ, ശനി മേടസംക്രാന്തി രേഖയില് ഒറ്റ ലൈനിൽ വന്നത്. ഗ്രഹങ്ങളുടെ യോഗം സംഭവിച്ചത് കൊണ്ട് യുഗം സംഭവിച്ചു. അതിന് തൊട്ടു മുമ്പ് 38 വർഷം പാണ്ഡവര് ഹസ്തിനപുരം ഭരിച്ചു. കലിയുഗം ആരംഭിച്ചപ്പോൾ പാണ്ഡവര് രാജ്യത്തിന്റെ ഉത്തരവാദിത്വം അഭിമന്യുവിന്റെ പുത്രനായ പരീക്ഷത്തിനെ ഏൽപ്പിച്ച് പോയ കഥ നിങ്ങളിൽ ചിലര് കഴിഞ്ഞ 5-6 ദിവസമായിട്ട്, കഴിഞ്ഞ 10 വർഷമായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മുഖം നോക്കിയാൽ മനസ്സിലാവില്ല. അപ്പൊ ഓർത്താലറിയാം, ഈ ഭാഗവതം തുടങ്ങുന്നത് തന്നെ 2 പശുക്കളുടെ കഥയും ധർമ്മം അതേപോലെ ആത്മീയതയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ BC 3102 ഫെബ്രുവരി മാസം 17 വ്യാഴാഴ്ച രാത്രി അതിങ്ങോട്ട് കഴിഞ്ഞപ്പോ കലിയുഗം ആരംഭിച്ചു. അതിന് 38 വർഷം മുമ്പ് രാജ്യം ഭരിച്ചു. അപ്പൊ BC 3102 കൂട്ടത്തിൽ 38 കൂട്ടിയാൽ എത്രയായി? BC 3140. അപ്പോ 51.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കൃഷ്ണൻ അർജുനനോട് ഒരു നോട്ടം കൊണ്ടോ, ഒരു വാക്ക് കൊണ്ടോ, ഒരു വരി കൊണ്ടോ, ഒരു ശ്ലോകം കൊണ്ടോ അർജുനന്റെ മനസ്സ് മനസ്സിലാക്കിയ കൃഷ്ണൻ ഒരു നോട്ടം കൊണ്ടോ, ഒരു വാക്കുകൊണ്ടോ, ഒരു വരി കൊണ്ടോ, ഒരു ശ്ലോകം കൊണ്ടോ അർജുനനോട് പറഞ്ഞത് ദൂരെ മാറി നിന്ന് സഞ്ജയൻ കേട്ട് യുദ്ധം തുടങ്ങി 7-ാം ദിവസം ധൃതരാഷ്ട്രരോട് പറഞ്ഞത് വേദവ്യാസൻ ഗണപതിയെ കൊണ്ട് മഹാഭാരതത്തിൽ എഴുതിപ്പിച്ചപ്പോൾ 700 ശ്ലോകമായ ഭഗവത്ഗീതയായി. എന്റെ സെന്റൻസിന്റെ നീളം കൂടി എന്ന് അവിടെ നിന്നൊരു വേവ്സ് ഇങ്ങോട്ട് വരണുണ്ട്. സെന്റൻസിന്റെ നീളം കൂടി. അപ്പൊ എന്താ പറ്റിയത്? അർജുനൻ ഇങ്ങനെ വിഷമിക്കാൻ കാരണം എന്താ? ഒരു 5 മിനിറ്റ് മുമ്പാ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഭീഷ്മരോട് അർജുനൻ യുദ്ധം ചെയ്തിരുന്നു, ദ്രോണരോട് യുദ്ധം ചെയ്തിരുന്നു, അതേപോലെ ദുര്യോധനനോട് അർജുനൻ യുദ്ധം ചെയ്തത് ആ വിരാട സന്നിധിയില്. അപ്പോഴൊന്നുമില്ലാത്ത തളർച്ച ഇപ്പൊ വന്നത് എന്തുകൊണ്ടാ നിങ്ങൾക്കറിയോ എന്നെനിക്ക് അറിഞ്ഞൂടാ. എന്തായിരുന്നു?
ഈ ധൃതരാഷ്ട്രര് ഒരു കത്ത് അർജുനന് കൊടുത്തയച്ചു. എന്തായിരുന്നു കത്ത്? നിന്റെ കൈകൊണ്ട് എന്റെ മക്കളുടെ മരണമുണ്ടാവരുത്. അപ്പോഴാ കുരുക്ഷേത്ര ഭൂമിയിൽ വന്നപ്പോൾ നകാംക്ഷേ വിജയം കൃഷ്ണ നച രാജ്യം സുഖാനിച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർ ജീവിതേനവ. എനിക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ അർജുനൻ കരയാൻ തുടങ്ങി. ശീലന്തി മമഗാത്രാണി മുഖം ച പരിശുഷ്യതി വേവദശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ ഗാണ്ഡീവം സംസദേ ഹസ്താദ് ത്വച്ചൈവ പരിദഹ്യതേ നച ശക്നോമ്യവസ്ഥാദു ഭ്രമതീവ ച മേ മനഃ. ഭഗവത്ഗീതയിലുള്ള വരികളാ ഹിന്ദുക്കളായ സ്ഥിതിക്ക് വായിച്ചിട്ടുണ്ടാവില്ല. അപ്പോ ഈ വരികളെല്ലാം പറഞ്ഞ അർജുനൻ തളർന്നു വീഴാൻ കാരണം ധൃതരാഷ്ട്രർ ഒരു കത്ത് കൊടുത്തയച്ചു. ധൃതരാഷ്ട്രർ കത്ത് കൊടുത്തയച്ചില്ലായിരുന്നു എങ്കിൽ അടുത്ത ദിവസം ഒരു സംശയമില്ല, അർജുനൻ കൗരവരുമായിട്ട് യുദ്ധം ചെയ്യും, കൗരവര് മരിക്കും. അർജുനൻ ശ്രീകൃഷ്ണൻ ഉള്ളയിടത്തോളം ഈ ഹസ്തിനപുരത്തിന്റെയും ഇന്ദ്രപ്രസ്ഥത്തിന്റെയും പാണ്ഡവർ അധിപതിയായി തീരും. അപ്പൊ ധൃതരാഷ്ട്രർ കത്ത് കൊടുത്തയച്ചത് നന്നായോ ഇല്ലയോ അത് ഹൃദയ ചിന്തിക്കാം. അങ്ങേര് കൊടുത്തയച്ചത് കൊണ്ടാണ് ഭഗവത്ഗീത ഇന്നുണ്ടായത്. അതുകൊണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് ഐ ഗെറ്റ് ഇൻസ്പിറേഷൻ ഫ്രം ഭഗവത്ഗീത ഫോർ ഓൾ മൈ ഹൈപ്പോത്തസിസ് ആൻഡ് തിയറം. ആൽബർട്ട് ഐൻസ്റ്റീൻ ആവേശം ഭഗവത്ഗീത. ആദ്യത്തെ ആറ്റം ബോംബ് പൊട്ടിച്ച റോബർട്ട് ഓപ്പൺഹീമർക്ക് ആവേശം ഭഗവത്ഗീത. ദിവി സൂര്യ സഹസ്രസ്യ ഭവേ യുഗപദത്തിദ യദിവാ സദൃശീ സാസ്യ ഭാസസ്തസ്യ മഹാത്മനഃ. ആദ്യത്തെ ആറ്റം ബോംബ് പൊട്ടിച്ച പ്രകാശവും ശബ്ദവും കേട്ട് റോബർട്ട് ഓപ്പൺഹീമർ ഭഗവത്ഗീതയാണ് കോട്ട് ചെയ്തത്. ഗോർബച്ചേവ് കേട്ടിട്ടുണ്ടാവും, USSRനെ കുറെ കഷ്ണങ്ങളാക്കിയ പാർട്ടി, കമ്മ്യൂണിസ്റ്റുകാരനാണ്. കേരളത്തിലെ ആൾക്കാരെ പോലെയല്ല, കുറെ കൂടി നല്ല പാർട്ടിയാണ്. ആ ഗോർബച്ചേവ് ഇന്റർനാഷണൽ ഡിസാർമമെന്റ് സെഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞ വലിയ സംഘാത് സഞ്ജായതേ കാമ കാമാത് ക്രോധോ വിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ആ ഗോർബച്ചേവിന് ലോകത്തിലെ ആറ്റം ബോംബ് വേണ്ട, ആറ്റമിക് വെപ്പൺ വേണ്ട എന്ന് പ്രചരണം നടത്തുന്ന ഗോർബച്ചേവിന് ആവേശം ഭഗവത്ഗീത. ആറ്റം ബോംബ് പൊട്ടിച്ച ആൾക്ക് ആവേശം ഭഗവത്ഗീത. ആറ്റം ബോംബ് ഉണ്ടാക്കാൻ E=mc² എന്ന ഇക്വേഷൻ ഉണ്ടാക്കിയ ആൽബർട്ട് ഐൻസ്റ്റീൻ ആവേശം ഭഗവത്ഗീത. ആ ഭഗവത്ഗീത ഉണ്ടാവാൻ കാരണം കണ്ണ് കാണാൻ പറ്റാത്ത ധൃതരാഷ്ട്രർ ഒരു കത്ത് അർജുനന് കൊടുത്തത് കൊണ്ട് നെഗറ്റീവിനെ പോസിറ്റീവാക്കി. എന്ത് രസാല്ലേ ഇതിങ്ങനെ കേട്ടുകൊണ്ട് പോകുമ്പോ ഇങ്ങനെ ക്യൂ നിന്ന് ചായ കുടിക്കണം എന്ന് പോലും നിങ്ങൾക്ക് തോന്നില്ല, ചായയെ വേണമെന്ന് തോന്നില്ല. ചുമ്മാ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എത്രയാളെ അറിയോ. ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും മഹാഭാരതത്തിലൊക്കെ എല്ലാ നെഗറ്റീവുകളെയും പോസിറ്റീവുകളാക്കിയ ഒരു രാമായണം, എല്ലാ നെഗറ്റീവുകളെയും പോസിറ്റീവുകളാക്കിയ മഹാഭാരതം. ഇന്ന് ധർമ്മപുത്രനില്ല, അർജുനനില്ല, ഒരുപക്ഷെ കൃഷ്ണൻ അതേ രൂപത്തിൽ ഇന്നില്ല. നമ്മുടെ മുമ്പില് ഈ മഹാഭാരതത്തിൽ വായിച്ചവരാരുമില്ല. പക്ഷെ മഹാഭാരതം ഇന്നുണ്ട്. ആ മഹാഭാരതം ഞാനും നിങ്ങളും അല്പം ആത്മീയത മാറ്റിവെച്ച് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിധത്തില് അതിലെ കഥകള്, അതിലെ അനുഭവങ്ങള്, അതിലെ സന്ദേശങ്ങള്. മഹാഭാരതത്തിന്റെ പ്രത്യേകത എന്താണ്? വേദങ്ങളിലുള്ളതുപോലെ സന്ദേശങ്ങള് മഹാഭാരതത്തിലുണ്ട്. ഇതിഹാസങ്ങളിലുള്ള അനുഭവങ്ങള് മഹാഭാരതത്തിലുണ്ട്. പുരാണങ്ങളിലുള്ളതുപോലെയുള്ള കഥകള് മഹാഭാരതത്തിലുണ്ട്. അത് പഠിച്ച് നമ്മൾ നന്നാവരുതെന്ന് വിചാരിച്ചിട്ടാണോ ചിലര് അത് വീട്ടിൽ വെക്കരുതെന്ന് പറഞ്ഞത്? ഒരാള് പാതിരാത്രിക്ക് എന്നെ സൗദി അറേബ്യ എന്ന് വിളിച്ചു. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞതാ ഇത്. നിങ്ങളിൽ ചിലർ ഓർക്കുന്നുണ്ടാവും, ചിലർ ഓർക്കുന്നുണ്ടാവില്ല. കാരണം അത്ര ശ്രദ്ധയോടുകൂടിയാണ് നിങ്ങൾ ഇരിക്കുന്നത്. എന്താ സൗദി അറേബ്യ എന്ന് വിളിച്ച് പറഞ്ഞത്? പാതിരാത്രിക്ക് സാർ മഹാഭാരതം വീട്ടിൽ വെക്കരുത് അല്ലേ? ഒറ്റ ചോദ്യം പാതിരാത്രിക്ക്. ഞാൻ പറഞ്ഞു ആരാ പറഞ്ഞത്? സാർ പലരും പറയുന്നുണ്ട് സാർ. ഒരു 10 പ്രാവശ്യം സാറ് വിളിച്ചു. ഞാൻ പറഞ്ഞു എന്താ കാരണം? മഹാഭാരതത്തിൽ യുദ്ധമുണ്ട്, അത് നമ്മുടെ വീട്ടിലുണ്ടാകും. ആണോ? അപ്പൊ രാമായണത്തിൽ യുദ്ധമില്ലേ? രാവണനും തമ്മിൽ യുദ്ധമില്ലേ? അപ്പൊ രാമായണം വെക്കരുതല്ലേ സാറേ? ഭഗവത്ഗീതയിൽ യുദ്ധമില്ലേ? തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ
യുദ്ധായ കൃതനിശ്ചയ സ്വധർമ്മമവിചാപേക്ഷ്യ ന വികമ്പിതുമർഹതി ധർമാദ്ധിയുദ്ധ ശ്രേയോന്യ ക്ഷത്രിയസ്യ ന വിദ്യതേ. അവിടെയില്ലേ യുദ്ധം? ഭാഗവതത്തില് ഏത് പുരാണത്തിലാ യുദ്ധം ഇല്ലാത്തത്? ദേവി ഭാഗവതത്തിൽ യുദ്ധമില്ലേ? ആ ദേവിയും അസുരന്മാരും തമ്മില് എന്താ പോകുന്നത്? ദേവഗണങ്ങളും ദേവിയും അസുരന്മാരുമായിട്ട് യുദ്ധം ചെയ്തു. ഞാൻ പാതിരാത്രിക്കാണെങ്കിലും സാറിനെ വിളിച്ചത് എന്ത് നന്നായി. അപ്പൊ ഇതൊന്നും വീട്ടിൽ വെക്കരുതല്ലേ? കൺക്ലൂഷൻ പോയ പോക്ക. ഞാൻ ഒന്നും ആർട്ടിഫിഷ്യൽ ആയിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അയാൾ പറഞ്ഞത് അതേപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. എക്സാജറേറ്റ് ഞാൻ ചെയ്തിട്ടില്ല. ഒരു വാക്കുപോലും എന്റേതായിട്ടില്ല. നമ്മള് പലപ്പോഴും ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിധത്തിലല്ല ഇത് പലതും പഠിക്കുന്നത്. ആചാര്യന്മാർക്ക് ഒരു ഡെഫിനിഷൻ ഉണ്ട്. ആചിനോദിത ശാസ്ത്രാർത്ഥാൻ ശിഷ്യാൻ സാധയതേ സുധി സ്വയം ആചരതി ചൈവ സഹ ആചാര്യ ഇതി സ്മൃത. സയന്റിഫിക്കലായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. മാത്രമല്ല എളുപ്പത്തിൽ മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ആചിനോദിച്ച ശാസ്ത്രാർത്ഥാൻ സയന്റിഫിക് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ശിഷ്യാൻ സാധയതേ സുധി ശിഷ്യന്മാർക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. സ്വയം ആചരതി ചൈവ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയ ആളായിരിക്കണം. സഹ ആചാര്യ ഇതി സ്മൃത. അങ്ങനെയുള്ള ആചാര്യനെയാണ് നിങ്ങൾ കാലിൽ തൊട്ട് വന്ദിക്കേണ്ടത്. ഇപ്പൊ നിങ്ങളിൽ പലരും ചെയ്യുന്നത് എല്ലാവരെയും കാലിൽ തൊട്ട് വന്ദിക്കുന്നു. ഞാൻ പറയാറുണ്ട്, ഞാൻ പറയുന്നത് അതേപോലെ നിങ്ങൾ ഫോളോ ചെയ്യരുത്. ഞാൻ നിങ്ങളോട് പറയാറുള്ളത് ഒന്നാണ്, എല്ലാവരോടും മാതൃദേവോ ഭവ സിംഗുലറാ, പിതൃദേവോ ഭവ സിംഗുലറാണ്, ആചാര്യദേവോ ഭവ പ്ലൂറൽ അല്ല സിംഗുലറാണ്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തെ ആട്ടി മൂട്ടി മാറ്റിയ ഭൂമാനന്ദ സ്വാമിയെ പോലെയുള്ളവരുടെ കാല് നിങ്ങൾ തൊട്ട് നമസ്കരിച്ചോളൂ. അല്ലാത്ത ഒരാളുടെയും ശരീരം തൊട്ട് നമസ്കരിക്കരുത്. ഞാൻ ഇതിലൂടെ വരുമ്പോ ഒത്തിരി പേര് എന്റെ കാലിൽ വന്ന് തൊടാറുണ്ട്. എന്തിനാന്ന് ചോദിക്കുമ്പോ ബഹുമാനിക്കാനാണ്. ശരീരം തൊടല്ലേ ആരുടെയും. ഞാൻ പറയുന്നത് മാതാ അമൃതാനന്ദമയി, സത്യസായി ബാബ, ശ്രീ ശ്രീ രവിശങ്കർ, ഇവരൊക്കെ കുറെ കൂടി മുകളിലുള്ളവരാണ്. അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് സാധാരണ സന്യാസിമാരുടെ കാര്യം. ഒരാള് ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, ഞാൻ രണ്ടുപേരുടെ കാല് തൊടാറുണ്ട്. എന്റെ ജീവിതത്തെ ആട്ടി മുട്ടി മാറ്റിയ ഒരാളാണ്. എറണാകുളത്തെ MG റോഡിലെ ദ്വാരക ഹോട്ടലില് സപ്ലയർ ആയിരുന്ന ഗോപാലകൃഷ്ണന് ജീവിതം കൊടുത്തത് സെയിന്റ് ആൽബർട്ട്സ് കോളേജിലെ പള്ളിക്കുന്നേൽ മത്തായി സാദ. ആ മത്തായി സാദിന്റെ കാല് തൊട്ട് ഞാൻ വന്ദിക്കാറുണ്ട്. ഡോക്ടർ PS രാമൻ, മഹാരാജാസ് കോളേജിലെ കെമിസ്ട്രി പ്രൊഫസർ, എന്നെ ഞാനാക്കി മാറ്റിയ രണ്ടാമത്തെ പ്രൊഫസർ പള്ളിക്കുന്നേൽ മത്തായി സാദ് പറയാറുണ്ട്, ഞാനൊരു കത്തോലിക്കനാണ് ഗോപാലേഷ, വേദം പഠിച്ച ആളാണ് ഗോപാലേഷൻ, എന്റെ കാലിൽ തൊടല്ലേ. സാറ് കത്തോലിക്കനാണെങ്കിൽ എനിക്ക് വിരോധമില്ല, നിരീശ്വരവാദിയാണെങ്കിൽ എനിക്ക് വിരോധമില്ല, അങ്ങില്ലായിരുന്നെങ്കിൽ ഞാനില്ല. അപ്പൊ എന്റെ ജീവിതത്തെ അടിമുടി മാറ്റിയാണ്. അപ്പോ നമ്മുടെ മുമ്പിലുണ്ട് ആചിനോദിച്ച ശാസ്ത്രാർത്ഥാൻ, സയന്റിഫിക് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആള്. ശിഷ്യാൻ സാധയതേ സുധി, ശിഷ്യന്മാർക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന ആള്. സ്വയം ആചരതി ചൈവ, സ്വന്തം ജീവിതത്തില് മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന കാര്യങ്ങള് പകർത്തിയ ആള്, സ്വന്തം ജീവിതത്തിൽ പകർത്തിയ ആള്. സഹ ആചാര്യ ഇതി സ്മൃത. എന്നിട്ട് ഇത്രയും നേരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് 4 വാക്കുകൾ കൂടി ഞാൻ പറയാം. 4 സന്ദേശങ്ങള് സാധിക്കുമെങ്കിൽ ഓർക്ക, കയ്യിൽ പേന എന്തെങ്കിലും എഴുതിയെടുക്കാം. ജനറലി ആരും അത് നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. ഒന്നാമത്തേത്, നിങ്ങൾ ജീവിതത്തിൽ എന്ത് ചെയ്യുമ്പോഴും ഫസ്റ്റ് പോയിന്റ് ശാസ്ത്രം പ്രമാണം. 2 വാക്കാണ്. ശാസ്ത്രം പ്രമാണം. സയന്റിഫിക്കൽ ആയിട്ടാണോ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത്, അതിന്റെ പ്രമാണമാണ് ആദ്യം എടുക്കേണ്ടത്. ശാസ്ത്രം പ്രമാണം. രണ്ടാമത് എടുക്കേണ്ടത് പ്രത്യക്ഷം പ്രമാണം. സീയിങ് ഈസ് ബിലീവിങ്. കണ്ണുകൊണ്ട് കണ്ട് അനുഭവിച്ചറിഞ്ഞതാണോ ശാസ്ത്രം പ്രമാണം, പ്രത്യക്ഷം പ്രമാണം. മൂന്നാമത്തേത് ആപ്തവാക്യം പ്രമാണം. ആപ്തവാക്യം പ്രമാണം.
ലോകം അംഗീകരിച്ചിട്ടുള്ള ശ്രേഷ്ഠന്മാരായ വ്യക്തികള്, ശ്രേഷ്ഠന്മാർ, ആപ്തവാക്യം, അവസാനത്തെ വാക്ക് പറയാൻ കഴിവുള്ളവര്, അവരുടെ വാക്കുകൾ മൂന്നാമതായിട്ട് ഫോളോ ചെയ്യാം. ശാസ്ത്രം പ്രമാണം, പ്രത്യക്ഷം പ്രമാണം, ആപ്തവാക്യം പ്രമാണം, അനുമാനം പ്രമാണം. നാലാമത്തേത് അനുമാനം പ്രമാണം. നിങ്ങൾ എന്ത് പഠിക്കുകയാണെങ്കിലും എന്തുകൊണ്ട് സീതാദേവിയെ ലക്ഷ്മണ രേഖ വരച്ച് നിർത്തിയിട്ട് ലക്ഷ്മണൻ രാമന്റെ അടുത്തേക്ക് പോയി, എന്തുകൊണ്ട് ലക്ഷ്മണന് സീതയെയും കൂട്ടിപ്പോകാമായിരുന്നില്ലേ? സീതയെ എന്തിനവിടെ നിർത്തി? സീതയെയും കൂട്ടി രാമന്റെ അടുത്തേക്ക് പോയിരുന്നു എങ്കില് ആ സീതാദേവിയെ രാവണൻ അപഹരിക്കുമായിരുന്നോ? എന്താ ഉത്തരം? അന്ന് വരെ ലക്ഷ്മണനെ നോക്കി ഐ താത മകനെ എന്ന് വിളിച്ച സീതാദേവി അന്ന് പറഞ്ഞ വരി എന്തായിരുന്നു? എനിക്ക് സംശയമുണ്ട് ലക്ഷ്മണ, നിനക്കും ഭരതനും എന്റെ ശരീരത്തിനോട് ഏതോ തരത്തിലുള്ള മമതയുണ്ട്. രാമൻ മരിച്ചാൽ ഈ ശരീരം നിനക്ക് കിട്ടുമെന്ന് വിചാരിക്കണ്ട. ഒരു മുഴം കയറുകൊണ്ടോ അഗ്നിയിലോ വെള്ളത്തിലോ വിഷം കഴിച്ചോ ഞാൻ മരിക്കും. നിനക്ക് ലഭിക്കുന്നത് എന്റെ ശവശരീരമായിരിക്കും. രാമന്റെ അടുത്ത് ലക്ഷ്മണൻ വന്ന് പറഞ്ഞ വരി എന്താ? എന്റെ അമ്മയ്ക്ക് തുല്യം ഞാൻ ബഹുമാനിച്ച ആ സീതാദേവിയുടെ വാക്കുകള് കൂർത്തുമൂർത്ത കാരിരുമ്പ് തീയിൽ പഴുപ്പിച്ച് ചെവിയിൽ വെച്ചതുപോലെ തോന്നി. പിന്നെ ഞാൻ ഒന്നും ചിന്തിച്ചില്ല ജ്യേഷ്ഠ, ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വന്നു. അർത്ഥം മനസ്സിലായോ? മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? കൃത്യം ഒരു സ്ത്രീ പറയാൻ പാടില്ലാത്ത, സീതാദേവിയിൽ നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്ത, സീതാദേവിയിൽ നിന്ന് ഇന്ന് വരെ വരാത്ത വരികൾ വന്നപ്പോ പുത്രതുല്യം, ഭർത്താവിന്റെ അനുജൻ മകന്റെ പോലെയാണ്. അങ്ങനെ സ്നേഹിച്ച് ബഹുമാനിച്ചിരുന്ന ഒരു അമ്മയ്ക്ക് തുല്യമായ സ്ത്രീയിൽ നിന്ന് ജ്യേഷ്ഠപത്നി മാതൃസമ, ജ്യേഷ്ഠൻ പിതൃസമ, ജ്യേഷ്ഠപുത്രോ പിതൃസമ, കനിഷ്ഠൻ പുത്രസമ. അനുജൻ മകനെ പോലെ, ജ്യേഷ്ഠൻ അച്ഛനെ പോലെ, ജ്യേഷ്ഠന്റെ ഭാര്യ അമ്മയെ പോലെ. ആ അമ്മയിൽ നിന്ന് ഇത് കേട്ടതാ. എന്താ ഉദ്ദേശിക്കേണ്ടത്? അനുമാനം പ്രമാണം. എന്താ? ആ സീതാദേവിയിൽ നിന്ന് അങ്ങനെ കേട്ടപ്പോ പിന്നെ ലക്ഷ്മണന് പെട്ടെന്ന് പോവുകയല്ലാതെ ആൾട്ടർനേറ്റീവ് ഇല്ല. അപ്പൊ അത് ലക്ഷ്മണൻ ചെയ്തത് ന്യായീകരിക്കാവുന്നതാണ്. ലക്ഷ്മണന്റെ പേരിലുള്ള തെറ്റല്ല. അല്ലായിരുന്നെങ്കിൽ അതൊരു തെറ്റാകുമായിരുന്നു. നമ്മൾ എന്ത് മനസ്സിലാക്കി? 4 പ്രമാണം. ഈ 4 പ്രമാണമാണ് ഹിന്ദു ധർമ്മത്തിന്റെ അടിത്തറ എന്ന് പറയുന്ന ഫൗണ്ടേഷനിൽ നിന്ന് കെട്ടിപ്പടുത്ത 4 തൂണുകള്. ഒന്ന് ശാസ്ത്രം പ്രമാണം, ഭഗവത്ഗീതയിൽ നിന്ന്, അത് ഭഗവത്ഗീതയിലുള്ളതാണ്. 2 പ്രത്യക്ഷ പ്രമാണം, ന്യായശാസ്ത്രത്തിലുള്ളതാണ്. 3 ആപ്തവാക്യം പ്രമാണം, ധർമ്മശാസ്ത്രത്തിലുള്ളതാണ്. അനുമാനം പ്രമാണം, ആയുർവേദത്തിലുള്ളതാണ്. അപ്പൊ സോഴ്സ് മനസ്സിലായി? ആദ്യത്തേത് ശാസ്ത്രം പ്രമാണം, ഭഗവത്ഗീത. രണ്ടാമത്തേത് പ്രത്യക്ഷം പ്രമാണം, ദർശനങ്ങളില് ന്യായശാസ്ത്രത്തിലുള്ളത്. ആപ്തവാക്യം പ്രമാണം, ധർമ്മശാസ്ത്രത്തിലുള്ളത്. അനുമാനം പ്രമാണം, ആയുർവേദത്തിലുള്ളത്. ഈ രാമായണവും മഹാഭാരതവും ഇങ്ങനെ കണ്ണുകൊണ്ട് കണ്ടത്, വിവരിച്ചു കേട്ടത്, അത് മറ്റുള്ളവരുടെ അഭിപ്രായം ഇങ്ങനെ വിലയിരുത്തി മുമ്പോട്ട് പോയാൽ 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന എൻ്റെ മുമ്പിലുള്ള കുടുംബാംഗങ്ങള്, 2012 ജീവിക്കുന്ന എൻ്റെ മുമ്പിലുള്ള കുടുംബാംഗങ്ങളോട് ഗോപാലകൃഷ്ണൻ പറയുന്നു, ഇന്ന് now as on today നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളില്ല. നമ്മുടെ ജീവിതത്തിൽ ആവശ്യത്തിന് സമ്പത്തുണ്ട്. പണ്ടാണെങ്കിൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരണം, ഇപ്പൊ വേണ്ട. പണ്ടാണെങ്കിൽ അമ്മിക്കല്ല് കൊണ്ട് അരക്കണം, ഇപ്പൊ വേണ്ട. പണ്ടാണെങ്കിൽ തുണി അലക്കണം, ഇപ്പൊ വേണ്ട. പണ്ടാണെങ്കിൽ അപ്പപ്പോഴത്തേക്കുള്ള ഭക്ഷണം പാകം ചെയ്യണം, ഇപ്പൊ വേണ്ട. പണ്ടാണെങ്കിൽ
വിശറിയെടുത്ത് വീശണം. ഇപ്പൊ വേണ്ട. പണ്ടാണെങ്കിൽ ഒരു TV ചാനൽ മാറാൻ എഴുന്നേൽക്കണം. ഇപ്പൊ അത് വേണ്ട. ജീവിതത്തിലെ സുഖത്തിന്റെ ക്ലൈമാക്സിൽ ഇരിക്കുന്ന നമുക്ക് ആ സന്തോഷം ആസ്വദിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ആ സന്തോഷവും സുഖവും ആസ്വദിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഒന്ന് രാമായണത്തിലേക്ക് വരിക, ഒന്ന് മഹാഭാരതത്തിലേക്ക്